students, I am Arjun from Msigma Gokulam. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, അതിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ മെക്കാനിക്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ് ആൻഡ് മോഷൻ, അല്ലെ? ഫോഴ്സും മോഷന്റെയും സ്റ്റഡീനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് a motion is produced. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും ഈ മോഷനും എന്തിലാ വരുന്നത്? ഫ്ലൂയിഡ്സിലാണ് വരുന്നത്. ഫ്ലൂയിഡ്സ് എന്താണ്? നമുക്ക് വളരെ ബേസിക് ആയിട്ട് സ്കൂൾ ലെവലിൽ നമ്മൾ പറഞ്ഞു എന്താ, എനിത്തിങ് വിച്ച് ഫ്ലോസ്. ബട്ട് അങ്ങനെയല്ല, നമ്മൾ ആ ഒരു ഡെഫിനിഷൻ കറക്റ്റ് അല്ല, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കാം. ഓക്കെ, അപ്പോ ഫ്ലൂയിഡ്സിൽ മെക്കാനിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫ്ലൂയിഡ്സിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോഴ്സസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ഓക്കെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇവർക്കെല്ലാവർക്കുമാണ് ഈ സബ്ജക്റ്റ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഒരു പൈപ്പിലൂടെ ഫ്ലോ വരുന്നത് തൊട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് വരെ. ഓക്കെ, ഒരു പൈപ്പിലൂടെ വരുന്ന ഫ്ലോ എന്താണ്? നമുക്ക് ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഒരു പൈപ്പ് തുറന്നാൽ ടാങ്കിൽ നിന്ന് നമ്മുടെ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്. എത്ര വെലോസിറ്റിയിലാണ് വെള്ളം വരുന്നത്, എത്ര സ്പീഡിൽ വെള്ളം വരുന്നുണ്ട്, ഒരു ലിറ്റർ കുപ്പി നിറയ്ക്കാൻ എത്ര ടൈം എടുക്കും തുടങ്ങിയ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി ഹ്യൂജ് സ്കെയിലിൽ പോകുമ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഈ ഫ്ലൂയിഡ് വലിയ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്ന വലിയ വലിയ പൈപ്പിലൂടെ ഡാമിൽ നിന്നും ടർബൈനിൽ എത്തിച്ചിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് പവർ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെ? നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും എല്ലാ ടെക്നോളജിയും ബേസ്ഡ് ഓൺ പവർ ആണ്. പവർ ഇല്ലാതെ ഒന്നിനും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പവർ ജനറേഷൻ വരെ ഫ്ലൂയിഡ് മെക്കാനിക്സിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ബേസിക് ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വെയിൻസിനുള്ളിൽ എന്താ നടക്കുന്ന ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ടല്ലേ? ആ ബ്ലഡ് ഫ്ലോ മെഷർ ചെയ്യുന്നത്, അതിന്റെ പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസ് എന്താ? അതൊരു ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെ? അപ്പോൾ ഒരു ബ്ലഡ് ഫ്ലോ മുതൽ, നമ്മൾ ശ്വാസം വിടുന്നത് മുതൽ, ഒരു റോക്കറ്റ് വിടുകയാണ്, ISRO ഒരു റോക്കറ്റ് യൂസ് ചെയ്തിട്ട് കുറെ സാറ്റലൈറ്റിനെ നമ്മുടെ ഔട്ടർ ഓർബിറ്റിൽ നിക്ഷേപിക്കുകയാണ്. അതിൽ വരെയും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണുള്ളത്. വളരെ വാസ്റ്റ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്. കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ 6th സെമ്മിലൊക്കെ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്ട്. ഓക്കെ, സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ സബ്ജക്റ്റിന്റെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് 6 മോഡ്യൂൾ ആയിട്ടാണ് ഉള്ളത്, അല്ലെ? 6 മോഡ്യൂൾ ആയിട്ടാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്? ഫസ്റ്റ് മോഡ്യൂളിൽ വളരെ കുറച്ച് ബേസിക്സ് ആണ്. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്താണ് ഫ്ലൂയിഡ്, അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം മേജർ ടോപ്പിക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടില്ലേ? സ്റ്റാറ്റിക്സ് എന്താണ്? സ്റ്റാറ്റിക്സ് ഈസ് വെൻ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റത്തിൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇല്ല. സിഗ്മ എഫ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സസ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയും. അങ്ങനെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രഷർ പഠിക്കുന്നത്. പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിക്കുന്നത് നമ്മൾ ഇവിടെയാണ്. ഒരു ഡാമിന്റെ ഉള്ളിൽ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ ആ ഗേറ്റിൽ എന്തുമാത്രം ഫ്ലൂയിഡ് പ്രഷർ കാരണം എന്തുമാത്രം ഫോഴ്സസ് ഉണ്ടാകും എന്നുള്ളതിന്റെ എല്ലാം കാൽക്കുലേഷൻ നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ. ഒരു ഒബ്ജക്റ്റിനെ, നമുക്കറിയാം, വെള്ളത്തിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് മുങ്ങിപ്പോവും, അല്ലെങ്കിൽ അത് പൊങ്ങി നിൽക്കും. അപ്പോൾ ആ ഫ്ലോട്ടേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ അസോസിയേറ്റഡ് ആയിട്ട് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ വളരെ ഈസിയാണ്. മെജോറിറ്റി പോർഷനും എന്താണ്? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനായിട്ട്, എങ്ങനെയാണ് ഫ്ലൂയിഡ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കുള്ളത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം മെക്കാനിക്സ് പഠിക്കുമ്പോൾ മെക്കാനിക്സിൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഡൈനാമിക്സിൽ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. എന്താണ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ? ദ ബോഡി ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. അതിൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. അതിൽ തന്നെ കൈനമാറ്റിക്സിൽ എന്താ പഠിക്കുന്നത്? കൈനമാറ്റിക്സിൽ വി സ്റ്റഡി ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അത് ഏത് പാത്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഓക്കെ, ഏത് വഴി കൂടിയാണ് പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ സ്റ്റഡി ചെയ്യുന്ന ഫീൽഡിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. കൈനറ്റിക്സ് എന്താ? കൈനറ്റിക്സിൽ കൂടുതൽ നമ്മൾ ഫോഴ്സിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. കൈനമാറ്റിക്സിൽ വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഫോഴ്സ്. നമ്മൾ എങ്ങനെ ഈ മൂവ്മെന്റിന്റെ ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. കൈനറ്റിക്സിൽ വി ആർ സ്റ്റഡിങ് എക്സ്റ്റെൻസീവ്ലി അബൌട്ട് ദ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ദ സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. കൈനമാറ്റിക്സ് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിൾ റെക്റ്റിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ എന്നൊക്കെ പഠിച്ചു. ഫ്ലൂയിഡ്സിൽ ഒരു പാർട്ടിക്കിൾ ആയിട്ട് എടുത്ത് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുറേ ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ ഫ്ലോസ്. അതിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഉണ്ട്. യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ, നോൺ സ്റ്റഡി ഫ്ലോസ്. സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അവിടെ തന്നെ ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്. ഓക്കെ, ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റണം അല്ലെ, ഒരു എയർപ്ലെയിന്റെ പുറത്ത് ഒരു ഫ്ലോ നടക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് കുറച്ച് ടൂൾസ് ഉണ്ട്. സ്ട്രീം ലൈൻ, സ്ട്രേക്ക് ലൈൻ, പാത്ത് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആണ്. ഞാൻ വളരെ ഈസി ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് ബിഹേവിയർ, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് മോഡ്യൂളിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൈനറ്റിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. അതിൽ കൈനറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. കൈനറ്റിക്സ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു. എന്താണ്? ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഫ്ലൂയിഡിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യും? ഫ്ലൂയിഡിന്റെ പ്രഷർ കാരണം ഫോഴ്സസ് ആക്ട് ചെയ്യാം അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആക്ട് ചെയ്യാം അല്ലെ, വിസ്കോസിറ്റി കാരണം കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യാം. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് നമ്മൾ കൈനറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ തേർഡ് മോഡ്യൂളിൽ പഠിക്കും. അവിടെ തന്നെ കുറച്ച് തിയറി, 2-3 ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്, ബെർണോളിസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ തന്നെയാണ് നമ്മൾ ഫ്ലോ മെഷർമെന്റും പഠിക്കുന്നത്. ഫ്ലോ മെഷർമെന്റ് എന്തിനാ? നമ്മൾ ഈവൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ ടാങ്കിനുള്ളിൽ പെട്രോൾ അടിക്കണമെങ്കിൽ എത്ര പെട്രോളാ വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യണം അല്ലെ. അപ്പോൾ അതിന്റെ മെഷർമെന്റ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. സോ ഫ്ലോ മെഷർമെന്റ് അവിടെയാ വരുന്നത് തേർഡ് മോഡ്യൂളിൽ. ഈസി മോഡ്യൂൾ. ആദ്യത്തെ 3 മോഡ്യൂൾ വളരെ സിമ്പിളാ. അത് കഴിഞ്ഞ് ഫോർത്ത് മോഡ്യൂൾ എന്താ വരുന്നത്? ഫോർത്ത് മോഡ്യൂളിൽ ഒരു സ്പെഷ്യൽ കേസാണ് പൈപ്പ് ഫ്ലോസ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് മോഡ്യൂൾസ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, പൈപ്പ് ഫ്ലോസ് എന്താ? ഒരു പൈപ്പിന്റെ ഉള്ളിലൂടെ ഫ്ലോ നടക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? പൈപ്പിന്റെ ഉള്ളിലൂടെ ഫ്ലോ നടക്കുമ്പോൾ എന്ത് പറ്റും? അതിൽ പ്രഷർ ചേഞ്ചസ് വരും, വെലോസിറ്റി ചേഞ്ചസ് വരും, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് വരും. അതെല്ലാം നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു <5 ഫോർമുലാസ് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഒക്കെയാണ് ഇവിടെ വരുന്നത്. പൈപ്പ് ഫ്ലോസ് ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ടോപ്പിക്സ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. അത് കഴിഞ്ഞ് ഫിഫ്ത്ത് മോഡ്യൂളിൽ 2 ടോപ്പിക്കാണുള്ളത്. ഒന്ന് ബൗണ്ടറി ലെയർ തിയറി, 2 ഡയമെൻഷണൽ അനാലിസിസ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇമാജിൻ ദിസ്. ഞാൻ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ സ്കൂൾ ലെവലിൽ ഓൾറെഡി വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ജമ്പ് ചെയ്യുന്നു. ഹി ഹാസ് എ പാരഷൂട്ട്. അയാൾ ആ പാരഷൂട്ടിൽ താഴേക്ക് വന്നു. ആ പാരഷൂട്ട് എങ്ങനെയാണ് ഓപ്പൺ ആകുന്നത്? ഇയാൾ ജമ്പ് ചെയ്യുമ്പോൾ ആ എയർ തിരിച്ചു കൊടുക്കുന്ന ഒരു ഫോഴ്സ് കാരണമാണ് അല്ലെ. അത് അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നിന്നും, ഒരു പ്ലെയിനിൽ നിന്നും, ഒരു റോക്കറ്റിൽ നിന്നും ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പാരഷൂട്ട് യൂസ് ചെയ്തിട്ട് അത് താഴേക്ക് എത്തിക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി ഇമാജിൻ ദിസ്, നമ്മൾ മാർസിൽ പോവാണ്.
ഓക്കെ, മാർസിൽ ഒരു റോവറിനെ റിലീസ് ചെയ്യാണ്. റോവറിനെ റിലീസ് ചെയ്യുമ്പോൾ അവിടെയും ഈ പറയുന്ന പാരഷൂട്ട് യൂസ് ചെയ്യണം. ബട്ട് നമുക്കറിയാം എർത്തിലെ അറ്റ്മോസ്ഫിയറും മാർസിലെ അറ്റ്മോസ്ഫിയറും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ. എർത്തിലെ അറ്റ്മോസ്ഫിയറും മാർസിലെ അറ്റ്മോസ്ഫിയറും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മാർസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരഷൂട്ട് ഡിസൈൻ ചെയ്യും? ഓക്കെ, പാരഷൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യും? ഒന്നുമില്ല, സെയിം ഫിസിക്സ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ കാരണം ഒരു ഫോഴ്സസ് ഉണ്ടാകും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെ എയർ കാരണം തിരിച്ചൊരു ഫോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ സെയിം ഫിസിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അവിടെ ആക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. ഗ്രാവിറ്റിയുടെ വാല്യൂവിന് ചേഞ്ച് ഉണ്ട്, എയറിന്റെ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ട് അല്ലെ. അപ്പോൾ ആ ബൗണ്ടറി കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. സെയിം ഫിസിക്സ്, ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഫിസിക്സ് ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ടാക്കാം. ആ സൊല്യൂഷനിൽ നമുക്ക് എർത്തിലെ ഗ്രാവിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എർത്തിൽ എന്തുമാത്രം ഡയമീറ്റർ ഉള്ള ഒരു പാരഷൂട്ട് യൂസ് ചെയ്യണം എന്ന് കിട്ടും. മാർസിലെ ഗ്രാവിറ്റിയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാർസിൽ വർക്ക് ചെയ്യുന്ന പാരഷൂട്ടിന് എന്തുമാത്രം ഡയമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എർത്തിൽ കൊണ്ട് വേറെ പ്ലാനറ്റുകളിലെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതിന്റെ ബേസിക് കാര്യങ്ങൾ ബക്കിംഗ്ഹാം പൈത്തീറോ ആണ്. അത് നമ്മൾ ഓൾറെഡി സ്കൂൾ ലെവലിൽ പഠിച്ച കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം മോഡൽ ടെസ്റ്റിംഗ് ഉണ്ട്. മോഡൽ ടെസ്റ്റിംഗ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു സബ്മറീൻ അല്ലെങ്കിൽ ഒരു ഷിപ്പ്, നമുക്ക് സബ്മറൈൻ തന്നെ എടുക്കാം. സബ്മറൈനിന്റെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു കപ്പലിനെയാണ് നമ്മൾ സബ്മറൈൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമുക്കൊരു സബ്മറൈൻ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലെ. ഒരുപാട് കോസ്റ്റ് ഫാക്ടർ ഉണ്ടാകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ സബ്മറൈന്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കും. ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ സബ്മറൈൻ വെള്ളത്തിന്റെ ഉള്ളിൽ പോകുന്നതാണ് അല്ലെ. അപ്പൊ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോഴത്തേക്കും ഒരു വാട്ടർ ടാങ്ക്, വലിയൊരു വാട്ടർ ടാങ്ക് വേണം അല്ലെ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാം, എന്നിട്ട് എയറിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സബ്മറീന്റെ മോഡൽ ഉണ്ടാക്കി അതിന് ചുറ്റും എയർ ഫ്ലോ ഉണ്ടാക്കിയിട്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മാപ്പ് ചെയ്ത് ഒറിജിനൽ വെള്ളത്തിൽ പോകുന്ന സബ്മറൈനിലേക്ക് നമുക്ക് അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അത് നമ്മുടെ 5th മോഡ്യൂളാണ് വരുന്നത്. ഞാൻ വളരെ നന്നായിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബൗണ്ടറി ലെയർ തിയറി. ബൗണ്ടറി ലെയർ തിയറി ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ട് അല്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കാരണം എന്താ, വിസിബിൾ അല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മോഡൽ ടെസ്റ്റിംഗിൽ നമ്മൾ ഒരു സബ്മറൈൻ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റും. ബട്ട് ബൗണ്ടറി ലെയർ തിയറി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചെറിയ ഇന്റർവെല്ലുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസിന്, ഞാൻ ഈ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ബൗണ്ടറി ലെയർ തിയറിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ബൗണ്ടറി ലെയർ തിയറിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഇൻട്രോ ക്ലാസ്സിൽ ഞാൻ കംപ്ലീറ്റ് ബൗണ്ടറി ലെയർ തിയറിയുടെ ക്ലാസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. ബൗണ്ടറി ലെയർ തിയറി ഞാൻ ഈ കോൺസെപ്റ്റ് വളരെ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഈ 5 മോഡ്യൂളും കൂടി ചേർത്ത് മൊത്തം 15 മണിക്കൂറിലാണ് എൻ്റെ ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എംസിഗ്മ ആപ്പിൽ മൊത്തം 15 അവേഴ്സിനുള്ളിലാണ് ഞാൻ ഈ എൻറ്റയർ 5 മോഡ്യൂൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലാസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് ആ പഠിക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. 15 മണിക്കൂറാണ് മോസ്റ്റ്ലി. ഒരു മോഡ്യൂളിന് 3 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു മോഡ്യൂൾ പഠിക്കുക. ഇതിന്റെ കൂടെ നമ്മളൊരു പ്രോബ്ലം ഷീറ്റ് തരുന്നുണ്ട്, ഒരു പ്രോബ്ലം ഷീറ്റ്. ഓക്കെ, ഈ പ്രോബ്ലം ഷീറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ടു കം ഇൻ ദി അപ്കമിങ് യൂണിവേഴ്സിറ്റി എക്സാം. ഈ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 100% വരും എന്നല്ല ഞാൻ പറയുന്നത്, വളരെ സാധ്യതയുണ്ട്. കാരണം എന്താ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും പാറ്റേൺസിലാണ് വരുന്നത്. ആ പാറ്റേൺ നമ്മൾക്ക് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് ഞാൻ മോസ്റ്റ് പ്രോബബിൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പ്രോബ്ലം ഷീറ്റായിട്ട്
ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ മോഡ്യൂളിന്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, എന്താ നിങ്ങളുടെ എങ്ങനെയാ പഠിക്കേണ്ടതെന്നാ പറഞ്ഞിരുന്നത്. എൻ്റെ കോഴ്സ് എടുക്കുക, അതിൽ ഒരു മോഡ്യൂൾ സ്റ്റഡി ചെയ്യുക, ആ മോഡ്യൂൾ സ്റ്റഡി ചെയ്തതിന് ശേഷം അതിലെ പ്രോബ്ലംസ്, ഈ പ്രോബ്ലം ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ആ പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ ഈ കോഴ്സ് വാങ്ങുന്നത്, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇഫ് യു ആർ പർച്ചേസിംഗ് ദിസ് കോഴ്സ്, യു ഹാവ് ടു ഡൗൺലോഡ് ദിസ് പ്രോബ്ലം ഷീറ്റ് ആൻഡ് യു മസ്റ്റ് വർക്ക് ഔട്ട് ദീസ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഒരു മോഡ്യൂൾ പഠിക്കുക, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക, ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അടുത്ത മോഡ്യൂൾ പഠിക്കുക. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക. അങ്ങനെ 5 മോഡ്യൂളും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് ഈസി ആയിട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഈ പ്രോബ്ലം ഷീറ്റിലെ എല്ലാ പ്രോബ്ലംസും ഡീറ്റെയിൽഡ് ആയിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അത്രയും മാത്രം മതി. ഐ ഗ്യാരണ്ടി യു മിനിമം 70 മാർക്സ്, ഏറ്റവും മിനിമം 70 മാർക്സ് ആണ്. ബട്ട് ഞാൻ 100 മാർക്സിന്റെ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്, അതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് എബോവ് 90, അത് ഗ്യാരണ്ടിയാണ്. ബട്ട് യു ഷുഡ് പുട്ട് ഇൻ യുവർ വർക്ക് ഓൾസോ. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് തവണ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് അങ്ങനെ ഞാൻ ഒരു 10 വർഷത്തെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ എബോവ് 70, എബോവ് 80, എബോവ് 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഈസി ആയിട്ട് എന്ത് പറഞ്ഞുതരാം, ബൗണ്ടറി ലെയർ തിയറി പറഞ്ഞുതരാം. അതാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് ഉള്ള ടോപ്പിക് അല്ലേ. അപ്പോൾ ബൗണ്ടറി ലെയർ തിയറി ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വെക്കുകയാണ്. ഓക്കെ, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വെക്കുവാണ്. ഇതാണ് എൻ്റെ ഫ്ലാറ്റ് പ്ലേറ്റ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ലെങ്ത് എല്ലാണ്. ഇൻടു ദ പേപ്പർ എത്ര, ബി എന്ന് പറയുന്ന ഒരു വിഡ്ത്ത് ഉണ്ട് അല്ലെ. ഇൻടു ദ പേപ്പർ ബി എന്ന് പറയുന്ന ഒരു വിഡ്ത്ത് ഉണ്ട്. ഇങ്ങനെ അകത്തോട്ട് 3 ഡയമെൻഷനൽ ആണ്. ഞാൻ ഒരു 1 ഡയമെൻഷനൽ ആയിട്ട് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ മാത്രമാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഈ പ്ലേറ്റിനെ ഒരു ഫ്ലോ ഫീൽഡിൽ കൊണ്ടുവെക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് വരുന്നുണ്ട് വിത്ത് വെലോസിറ്റി ക്യാപിറ്റൽ യു. ഓക്കെ, ആ വരുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ യു ആണ്. നിങ്ങൾക്ക് അതിന് ക്യാപിറ്റൽ യു എന്നോ യു നോട്ട് എന്നോ യു ഇൻഫിനിറ്റി എന്നോ വിളിക്കാം. അതിന്റെ പേര് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ആയിട്ട് വരുന്ന സ്ട്രീമിന്റെ വെലോസിറ്റി, അത്രേ ഉള്ളൂ. ഫ്രീ സ്ട്രീം വെലോസിറ്റി. യു നോട്ടിലാണ് എന്ത് വരുന്നത്, വെലോസിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഈ പ്ലേറ്റിന്റെ ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണ്. ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് അറ്റ് എനി പെർട്ടിക്കുലർ ലൊക്കേഷൻ, ഞാൻ ഈ വെർട്ടിക്കൽ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ, വെർട്ടിക്കലി ഈ പറയുന്ന ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ, ഏത് ലൊക്കേഷൻ എടുത്താലും അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. ഈ ഫ്ലൂയിഡ് ഓൺലി ഹൊറിസോണ്ടലി ആ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെർട്ടിക്കലി എങ്ങനെ നോക്കിയാലും അറ്റ് എനി പെർട്ടിക്കുലർ ലൊക്കേഷൻ ആ വെലോസിറ്റി എന്ന് പറയുന്നത് യു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ യു, യു നോട്ട് ആയിരിക്കും. എല്ലായിടത്തും സെയിം വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ എന്താ, ഈ എല്ലായിടത്തും സെയിം വെലോസിറ്റി ആയിട്ടുള്ള ഫ്ലൂയിഡ് ഓക്കെ ഈ പ്ലേറ്റിന്റെ പുറത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോവും അല്ലേ, പാസ് ചെയ്ത് പോവും. ഓക്കെ ഇങ്ങനെ സെയിം വെലോസിറ്റി ആ ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഡസ് ദിസ് ഹാപ്പൻ ഇൻ റിയൽ ലൈഫ്? റിയൽ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഒരു ഫ്ലോ ഇങ്ങനെ നടക്കുകയാണ്, കാറ്റടിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൈയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം അല്ലേ. ഇതൊരു സോളിഡ് ഒബ്ജക്റ്റ് അല്ലേ. ഈ ഒരു പ്ലേറ്റ് ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആവുമ്പോൾ ഒരു ഫ്ലോ ഫീൽഡിൽ നമ്മൾ ഈ സോളിഡിനെ എടുത്ത് നോക്കുമ്പോൾ എന്തായാലും ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടെ അല്ലേ. ഒരു ഡിസ്റ്റർബൻസ് ആണ് ഈ ഒരു സോളിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് വെരി ഐഡിയൽ കണ്ടീഷൻ. ഇത് ആക്ച്വലി ഇങ്ങനെ നടക്കാറില്ല. എന്തുകൊണ്ട്? ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാരണം ഇത് നടക്കാറില്ല. അതിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് അടുത്ത ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു എലമെന്റ് എടുത്തു. ആ എലമെന്റിന്റെ തിക്നെസ് dx ആണ്. ഓക്കെ, ആ എലമെന്റിന്റെ തിക്നെസ് dx ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റിലൂടെ പാസ് ചെയ്യുന്ന മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, മാസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എന്താ, മാസ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
കാരണം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൊക്കേഷനിലൂടെ എന്തുമാത്രം മാസ്, അല്ലെ, ഇപ്പോൾ നമ്മളൊരു ടാപ്പ് തുറക്കുകയാണ്. ടാപ്പിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ എത്ര കിലോ വെള്ളം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ബക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കും, അല്ലെ. അപ്പൊ നമ്മളൊരു ടൈം ഇന്റർവെല്ലും കൂടി പറയുന്നു. അതിനെ മാസ് ഡിവൈഡഡ് ബൈ ടൈം കൊടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്നാ പറയുന്നത്. അപ്പൊ മാസിന്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അല്ലെ. അപ്പൊ മാസിന്റെ ഇക്വേഷൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ടൈം. വോളിയം ഡിവൈഡഡ് ബൈ ടൈമിനെ എന്താ പറയുന്നത്? ഡിസ്ചാർജ്, അല്ലെ. വോളിയം ഡിവൈഡഡ് ബൈ ടൈമിനെ നമ്മൾ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് എന്താ? ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി, അല്ലെ. ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്ലോ ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുത്തിട്ട് അതുവഴി പാസ് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ഏത് ഏരിയയിലൂടെയാണോ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് ആ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അവിടെ യു ഇൻഫിനിറ്റി ആയിരുന്നു വെലോസിറ്റി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് കിട്ടി. അടുത്ത ക്വാണ്ടിറ്റി എന്താ? അടുത്തത് മൊമെന്റം ആണ്. ഓക്കെ, അടുത്തത് മൊമെന്റം ആണ്. മൊമെന്റം എന്താ? നമ്മൾ സ്കൂൾ ലെവലും പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലും പഠിച്ചിട്ടുണ്ട്. മൊമെന്റം എന്ന് പറയുന്നത് മാസും വെലോസിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന് മൊമെന്റം ഉണ്ട്, വിച്ച് ഈസ് ഗിവൺ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. ഫ്ലൂയിഡ് വരുമ്പോൾ പർട്ടിക്കുലർ മാസ് ഇല്ല, മാസ് ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ എം ഡോട്ട് ഇൻറ്റു വി. ഓക്കെ, അപ്പോൾ എന്താ? ഇതിന്റെ കൂടെ വെലോസിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റോ എ ഇൻറ്റു യു ഇൻഫിനിറ്റി ഇൻറ്റു യു ഇൻഫിനിറ്റി. ഇതാണ് എന്ത്? മൊമെന്റം. മനസ്സിലായോ? ഓക്കെ, ഈ മൊമെന്റം ഏതാ? എ എന്ന് പറയുന്ന എടുക്കുന്ന സാമ്പിൾ ഏരിയ, എ എന്ന് പറയുന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ മൊമെന്റം ആണ്. ഇനി അടുത്ത ക്വാണ്ടിറ്റി കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം. എന്താ? ഹാഫ് എം വി സ്ക്വയർ, അല്ലെ. ഫ്ലൂയിഡ് ആയതുകൊണ്ട് എം ഡോട്ട് കൊടുക്കണം. അപ്പൊ എന്താ? ഹാഫ് ഇൻറ്റു എം ഡോട്ടിന് പകരം റോ എ യു ഇൻഫിനിറ്റി ഇൻറ്റു വി സ്ക്വയർ യു ഇൻഫിനിറ്റി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ എ യു ഇൻഫിനിറ്റി ക്യൂബ്. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ നമ്മുടെ ഈ സ്മോൾ ഏരിയ, നമ്മൾ എടുക്കുന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി. പക്ഷേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. എന്തുകൊണ്ടാണ്? ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വിസ്കോസിറ്റി. ആ വിസ്കോസിറ്റി കാരണം ഈ പറയുന്ന സോളിഡ് പ്ലേറ്റിന്റെ എഫക്റ്റ് ഉണ്ടാകും. ആ സോളിഡ് പ്ലേറ്റിന്റെ എഫക്റ്റ് കാരണം ഈ പറയുന്ന വാല്യൂസ് ഉണ്ടാകില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലെറ്റ് us talk about viscosity. Alright? വിസ്കോസിറ്റി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ. ഓക്കെ, റെസിസ്റ്റൻസ് ടു മോഷൻ. നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചിട്ടില്ലേ? അതേ കാര്യം തന്നെയാണ്. ഫ്രിക്ഷൻ നമ്മൾ സോളിഡ് ഒബ്ജക്റ്റിലാണ് പഠിച്ചത്, ഇതെവിടെ ഫ്ലൂയിഡിൽ. ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഫ്ലൂയിഡിന് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. മുകളിൽ കുറച്ച് മോളിക്യൂൾസ്, താഴെ മോളിക്യൂൾസ്, അല്ലെ. ആൻഡ് ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ടു മോഷൻ ഉണ്ട്. അതായത് ഒരു അപ്പർ ലെയർ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ ഫോർവേഡ് മോഷനെ റിട്ടാർഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് താഴത്തെ മോളിക്യൂൾസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വിസ്കോസിറ്റി ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഫ്ലൂയിഡ് ടു ഫ്ലോ. ഒരു ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്താൽ നമ്മൾ ആ ക്വാണ്ടിറ്റിയെ വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് ഡെഫിനിഷൻ എഴുതാം നമുക്ക്? It is the quantitative measure of a fluid's resistance to flow. ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിന്റെ മെഷറിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം വെള്ളം ഈസിലി ഫ്ലോവബിൾ ആണ്, അത് കുറച്ച് റണ്ണി ആണ്, അല്ലെ. ബട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ ഓയിൽ ഈസ് നോട്ട് ദാറ്റ് ഫ്രീ ഫ്ലോയിങ് ആസ് വാട്ടർ. എന്തുകൊണ്ടാണ്? അതിന് അതിന്റെ മോളിക്കുലാർ സ്ട്രക്ചറിൽ, അതിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷനിൽ ദർ ഈസ് സം പ്രോപ്പർട്ടി വിച്ച് മേക്സ് ഇറ്റ് റെസിസ്റ്റന്റ് ടു ഫ്ലോ. അതിന് ഫ്ലോ ചെയ്യാൻ്റെ ഈസ്നെസ്സിനെ എന്താ? റെസിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ? ഫ്ലോ ചെയ്യുന്നത് കുറയും, അല്ലെ. ഫ്ലോ അബിലിറ്റി കുറയും. ഓക്കെ, ഫ്ലൂയിഡിറ്റി കുറയും. നേരത്തെ പോലെ തന്നെ വി ഹാവ് എ ഫ്ലാറ്റ് പ്ലേറ്റ്. ശ്രദ്ധിച്ചിരിക്കുക, 10 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് എ ബൗണ്ടറി ലെയർ. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ എന്ത് വരുന്നു? ഫ്ലൂയിഡ് ഫ്ലോ വരുന്നു. ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് ഫ്ലോ വരുന്നു. യു ഇൻഫിനിറ്റി ആണ് ആ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, സഡൻലി അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലാറ്റ് പ്ലേറ്റിനെ, ഒരു സോളിഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവെക്കാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ഈ ഏറ്റവും ബോട്ടം ലെയർ ഓഫ് ഫ്ലൂയിഡ്, ഏറ്റവും ബോട്ടം ലെയർ ഓഫ് ഫ്ലൂയിഡ് വിച്ച് വിൽ ഹാവ് ഫ്ലൂയിഡ് മോളിക്യൂൾസ് അല്ലേ, ഫ്ലൂയിഡ് മോളിക്യൂൾസ് ഉണ്ടാകും. ആ ഫ്ലൂയിഡ് മോളിക്യൂൾസ് എന്ത് പറ്റും? വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ പ്ലേറ്റ്. ഓക്കെ, വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ പ്ലേറ്റ്. കാരണം എന്താ adhesive forces. Adhesive forces എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ഫ്ലൂയിഡ് മോളിക്യൂൾസും പ്ലേറ്റിന്റെ സോളിഡ് മോളിക്യൂൾസും തമ്മിൽ അട്രാക്ഷൻ ഫോഴ്സസ് ഉണ്ടാവും. കൊഹീസീവ് ഫോഴ്സസ് എന്താ? കൊഹീസീവ് ഫോഴ്സസ് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. ഫ്ലൂയിഡ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹീസീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്ഹീസീവ് ഫോഴ്സസ് കാരണം എന്താണ്? ഈ ഫ്ലൂയിഡിന്റെ ബോട്ടം മോസ്റ്റ് ലെയർ ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഇനിഷ്യലി യു ഇൻഫിനിറ്റിയിൽ വന്നുകൊണ്ടിരുന്ന ഫ്ലൂയിഡ് സഡൻലി റെസ്റ്റിലാവും, സീറോ വെലോസിറ്റി. ഓക്കെ, സഡൻലി റെസ്റ്റിലാകും, സീറോ വെലോസിറ്റി. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ. നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ. സ്ലിപ്പ് ചെയ്യില്ല. സഡൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസ്, ഞാൻ പറഞ്ഞു സോളിഡ് ബൗണ്ടറി കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അതിന് എഫക്ട്സ് ഉണ്ടാവും. ആ എഫക്ട് എന്താണ്? ഇമ്മീഡിയറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസ് എല്ലാം പെട്ടെന്ന് അങ്ങ് റെസ്റ്റിലാവും. കാരണം എന്താ? ഇത് തമ്മിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കാരണം ഇതെല്ലാം കൂടി അങ്ങ് റെസ്റ്റിലാകും. ഓക്കെ, ഈസിയാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. പെട്ടെന്ന് ഏറ്റവും താഴത്തെ ലെയർ ഓഫ് ഫ്ലൂയിഡ് റെസ്റ്റിലായി. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലത്തെ ഫ്ലൂയിഡ് യു ഇൻഫിനിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, യു ഇൻഫിനിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴത്തതോ റെസ്റ്റിലായി. അപ്പൊ എന്താ? ഈ താഴത്തെ ലെയർ ഓഫ് ഫ്ലൂയിഡ്സും മുകളിലത്തെ ലെയർ ഓഫ് ഫ്ലൂയിഡും ഞാൻ ഇങ്ങനെ ചെറിയ മോളിക്യൂൾസ് വരച്ച് കാണിച്ചു തരാം. ഈ താഴത്തെ മോളിക്യൂൾസ് റെസ്റ്റിലായി. ഓക്കെ, അതിന്റെ മുകളിൽ മോളിക്യൂൾസ് ഉണ്ട് വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു ഇൻഫിനിറ്റി. ബട്ട് ഇപ്പൊ എന്ത് പറ്റും? കൊഹീസീവ് ഫോഴ്സസ് കാരണം. കൊഹീസീവ് ഫോഴ്സസ് എന്താ? സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സസ്. കൊഹീസീവ് ഫോഴ്സസ് കാരണം ഈ യു ഇൻഫിനിറ്റിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ താഴത്തെ റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിൾസ് അതിന്റെ മുകളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ വലിച്ചു പിടിക്കുമ്പോൾ അതിനെ മൂവ് ചെയ്യാൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അല്ലെ, മൂവ് ചെയ്യാൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ സഡൻലി എന്ത് പറ്റും? ഇതിന്റെ വെലോസിറ്റി വളരെയധികം കുറയും. താഴെ റെസ്റ്റിലാണ്, മുകളിലുള്ള പാർട്ടിക്കിൾസിനെ വലിച്ചു നിർത്തും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ഇത് 100 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പെട്ടെന്ന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്ക് കുറയും. ഓക്കെ, ഇനി അതിന്റെ പുറത്ത് ഈ സെക്കൻഡ് ലെയറിന്റെ പുറത്ത് തേർഡ് ലെയർ ഓഫ് ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ, തേർഡ് ലെയർ ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. അതും യു ഇൻഫിനിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് ഇപ്പൊ എന്ത് പറ്റി? ഈ പറയുന്ന അതിന്റെ താഴത്തെ ലെയർ അതിനെ പിടിച്ചു നിർത്തും. കാരണം എന്താ? താഴത്തെ ലെയറിന് ഇപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, പിടിച്ചു നിർത്തും. അപ്പോൾ എന്താ? ഈ 100 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരുന്നതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ ഓഫ് പാർട്ടിക്കിൾസ്, അതും ഇനിഷ്യലി 100 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താഴത്തെ പാർട്ടിക്കിൾ പെട്ടെന്ന് വെലോസിറ്റി കുറഞ്ഞത് കാരണം, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കാരണം അതിന്റെയും വെലോസിറ്റി കുറയും. ഈ ഒരു സ്ലോയിങ് ഡൗൺ എഫക്റ്റ് ഉണ്ടാകും. ഈ സ്ലോയിങ് ഡൗൺ എഫക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? 2 റീസൺ ആണുള്ളത് അല്ലെ. ഒന്ന് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, രണ്ടാമത്തതോ പ്രസൻസ് ഓഫ് ദിസ് ഫ്ലാറ്റ് പ്ലേറ്റ്. ഒരു മൂവ് ചെയ്യാത്ത ഒരു പ്ലേറ്റ് അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ അതിന് സീറോ വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലെയർ സീറോ വെലോസിറ്റി ആവും. അത് അതിന്റെ മുകളിലത്തെ ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യും, അത് അതിന്റെ മുകളിലത്തെ ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സ് വളരെ വിസിബിൾ ആയിട്ട് ഫ്ലൂയിഡ്സിൽ ഉണ്ടാകും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എന്ത്? ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് നോക്കുക. നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്. നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ പറയുന്ന പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എത്രയാ? ഇവിടെ സീറോ വെലോസിറ്റി ആണ്, പ്ലേറ്റിൽ സീറോ വെലോസിറ്റി ആണ്. അതിന്റെ മുകളിൽ ചെറിയ വെലോസിറ്റി ഉണ്ടാകും. അതിന്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി വെലോസിറ്റി കൂടുതലായിരിക്കും. അതിന്റെ മുകളിൽ വെലോസിറ്റി പിന്നെയും കൂടും. ഇങ്ങനെ കൂടി വരും അല്ലേ. കൂടി ഫൈനലി എന്ത് പറ്റും? ഒരു പോയിന്റിൽ എത്തുമ്പോൾ 99% ഓഫ് യു ഇൻഫിനിറ്റി ആകും അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ യു ഇൻഫിനിറ്റി ആണ്. വളരെ സ്മോൾ ചേഞ്ചസ് ആണുള്ളത് അല്ലെ. അപ്പോൾ സീറോ വെലോസിറ്റിയിൽ നിന്നും യു ഇൻഫിനിറ്റി വരെ ഈ പറയുന്ന ഫ്ലൂയിഡ് ലെയേഴ്സസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ.
വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഈ വെലോസിറ്റി വെക്ടേഴ്സിന്റെ എൻഡ് പോയിന്റ് എല്ലാം കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ആ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, വളരെ ശ്രദ്ധിക്കുക. എന്താണ്, ഇങ്ങനെ പ്ലേറ്റിൽ സീറോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു മാക്സിമം ലെവലെത്തി, വിച്ച് ഈസ് 99% ഓഫ് യു ഇൻഫിനിറ്റി. അതിനുശേഷം എല്ലായിടത്തും യു ഇൻഫിനിറ്റി. ഓക്കെ, കാര്യം മനസ്സിലായോ? യു ഇൻഫിനിറ്റിയിലാണ് വന്നത് ഫ്ലോ. ഫ്രീ സ്ട്രീം വെലോസിറ്റി യു ഇൻഫിനിറ്റിയിലായിരുന്നു. ബട്ട് ഈ പ്ലേറ്റ് വെച്ചത് കാരണം സഡൻലി സ്ലോയിങ് ഡൗൺ എഫക്റ്റ് ഉണ്ടായി. ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ സീറോ വെലോസിറ്റി, അവിടെ നിന്നും സ്ലോലി വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് 99% ഓഫ് യു ഇൻഫിനിറ്റി. പിന്നെ എല്ലായിടത്തും യു ഇൻഫിനിറ്റി. ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഫർദർ ഡൗൺ ദ പ്ലേറ്റ് വേറൊരു ലൊക്കേഷൻ എടുക്കുന്നു. വി ആർ ടേക്കിംഗ് ഫർദർ ഡൗൺ ദ പ്ലേറ്റ്. ഓക്കെ, ഫർദർ ഡൗൺ ദ പ്ലേറ്റ് വേറൊരു ലൊക്കേഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ പ്രൊഫൈൽ എങ്ങനെ വരും? നമുക്കറിയാം ഈ പ്രൊഫൈൽ ഇതുപോലെ തന്നെ വരും. ബട്ട് ഇപ്പോഴത്തെ കാര്യം എന്താ, ലെറ്റ് us see. ഇവിടെ എന്തായിരുന്നു, ഇവിടെ എല്ലാ പാർട്ടിക്കിളിനും യു ഇൻഫിനിറ്റി വെലോസിറ്റി ആയിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാ പാർട്ടിക്കിളിനും യു ഇൻഫിനിറ്റി വെലോസിറ്റി ആയിരുന്നു. യു ഇൻഫിനിറ്റിയിൽ നിന്ന് 0 ആയി കയറി മോളി വന്നു. ഇനി ഈ പറയുന്ന ഈ 1 എന്ന് പറയുന്ന ലൊക്കേഷനിലിരിക്കുന്ന ഈ ഫ്ലൂയിഡ് ആണ് എന്ത്, 2ലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലെ. ഓൾറെഡി സ്ലോ ഡൗൺ ആണ്. ഓൾറെഡി യു ഇൻഫിനിറ്റിയിൽ നിന്നും വെലോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ആണ് ഫർദർ 2ലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും, അത് വീണ്ടും സ്ലോ ഡൗൺ ചെയ്യും അല്ലെ. ഈ പറയുന്ന ഓരോ വെലോസിറ്റി വെക്ടറും വീണ്ടും സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഇതേപോലെ തന്നെ ഒരു സ്ലോയിങ് ഡൗൺ എഫക്റ്റ് ഉണ്ടാകും. ബട്ട് എന്താ, ഈ പറയുന്ന മാക്സിമം വാല്യൂ എത്താൻ കൂടുതൽ ഹൈറ്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ, യു ഇൻഫിനിറ്റി 99% ഓഫ് യു ഇൻഫിനിറ്റി ഇവിടെയാണ് എത്തിയതെങ്കിൽ ഫർദർ ഡൗൺ ദ പ്ലേറ്റ് യു ഇൻഫിനിറ്റി റീച്ച് ചെയ്ത 99% ഓഫ് യു ഇൻഫിനിറ്റി റീച്ച് ചെയ്യാൻ കൂടുതൽ ഹൈറ്റ് എടുക്കും. കാര്യം മനസ്സിലായല്ലോ? ഓൾറെഡി സ്ലോ ഡൗൺ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് 3 അടുത്ത ലൊക്കേഷനിലേക്ക് 2ലേക്ക് വരുന്നത്. ഇനി ഇതേ ഫ്ലൂയിഡ്, ഈ സ്ലോ ഡൗൺ ചെയ്ത ഫ്ലൂയിഡ് 3 എന്ന് പറയുന്ന വേറൊരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഫർദർ സ്ലോ ഡൗൺ ആവുമ്പോഴത്തേക്കും 99% ഓഫ് യു ഇൻഫിനിറ്റി എത്താൻ കൂടുതൽ ഹൈറ്റ് വേണ്ടി വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്ലാറ്റ് പ്ലേറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഓരോ ലൊക്കേഷനിലും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ വെലോസിറ്റി പ്രൊഫൈൽ വരയ്ക്കുന്നു അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നു ഓരോ പോയിന്റിലും. അപ്പോൾ നമുക്ക് കാണാം ഓരോ പോയിന്റിലും ഈ 99% വെലോസിറ്റി എത്തുന്ന 99% ഓഫ് യു ഇൻഫിനിറ്റി എത്തുന്ന പോയിന്റ് ഹയർ ആൻഡ് ഹയർ ആണ് അല്ലെ. ഇവിടെ എത്തുമ്പോഴാണ് ആദ്യത്തെ ലൊക്കേഷനിൽ 99% എത്തിയതെങ്കിൽ ഇവിടെ എത്തുമ്പോഴായിരിക്കും 99% എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു കണക്ട് ഓൾ ദീസ് പോയിന്റ്സ്. എവിടെയാണോ 99% എത്തിയത് അതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈൻ ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്ത് ചെയ്യുന്നു, ഈ പ്ലേറ്റിൽ ആ 99% ഓഫ് യു ഇൻഫിനിറ്റി ആകുന്ന പോയിന്റുകളെല്ലാം കൂടി ചേർത്ത് ഒരു ലൈൻ ഞാൻ വരച്ചു. ആൻഡ് ദാറ്റ് ലൈൻ ഡിവൈഡ്സ് ഫ്ലോ റീജിയൻ ഇൻടു 2, 1 and 2. 1ൽ എന്താ പ്രത്യേകത, 1ൽ വിസ്കസ് എഫക്ട്സ് ഉണ്ട് അല്ലെ. വിസ്കസ് ആണ്, 1ൽ വിസ്കസ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി അറ്റ് എനി പെർട്ടിക്കുലർ ലൊക്കേഷൻ 0യിൽ നിന്നും 99% ഓഫ് യു ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യും അല്ലെ. 0യിൽ നിന്നും 99% ഓഫ് യു ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യും. ഇൻ റീജിയൻ 2 നോ വിസ്കസ് എഫക്ട്സ് ആർ പ്രസന്റ്. വിസ്കസ് എഫക്റ്റുകൾ പ്രസന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിസ്കസ് എഫക്റ്റ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും യു ഇൻഫിനിറ്റി ആയിരിക്കും. കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? യു ഇൻഫിനിറ്റി ഇവിടെ 0 മുതൽ യു ഇൻഫിനിറ്റി 99% ഓഫ് യു ഇൻഫിനിറ്റി വരെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇമാജിനറി ലൈൻ ഡ്രോൺ വിച്ച് സെപ്പറേറ്റ്സ് ദ റീജിയൻ ഇൻടു വിസ്കസ് ആൻഡ് നോൺ വിസ്കസ് ഈസ് കോൾഡ് ബൗണ്ടറി ലെയർ. ഓക്കെ, ഈ പറയുന്ന ഈ യെല്ലോ കളർ ലൈനാണ് എന്ത്, ബൗണ്ടറി ലെയർ. അതിൻ്റെ താഴെ, ബൗണ്ടറി ലെയറിന്റെ താഴെ വിസ്കോസിറ്റി എഫക്റ്റുകളുണ്ട്, അതിന് മുകളിൽ വിസ്കസ് എഫക്റ്റ് ഇല്ല.
ഓക്കെ, അപ്പോൾ എന്താ ഈ പറയുന്ന സോളിഡ് പ്ലേറ്റ്, നമ്മൾ ഈ വച്ചേക്കുന്ന പ്ലേറ്റിന്റെ എഫക്റ്റ്, ആ പ്ലേറ്റിന്റെ പ്രസൻസ് ഈ 1 എന്ന് പറയുന്ന റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 2 എന്ന് പറയുന്ന റീജിയനിലെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉള്ള കാര്യം പോലും അറിയില്ല, അല്ലെ? ഇമാജിൻ കുറെ ആൾക്കാർ ഇങ്ങനെ വരികയാണ്, അവിടെ ഒരു പ്ലേറ്റ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ബൗണ്ടറി ലെയറിന്റെ താഴെയുള്ള റീജിയനിലുള്ള ആൾക്കാർക്കല്ല ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉള്ള കാര്യം അറിയാം. ഈ ബൗണ്ടറി ലെയറിന്റെ വെളിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിനെ പറ്റിയേ അറിയില്ല. മനസ്സിലായോ? ആ ഒരു കാര്യമാണ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ആ ബൗണ്ടറി ലെയർ സെപ്പറേറ്റ്സ് ദ ഫ്ലോ ഫീൽഡ് ഇൻടു 2 റീജിയൻസ്, 1 in which viscous effects are felt and 2 in which there is no viscous effects. ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ബൗണ്ടറി ലെയർ. ഓക്കെ, ബൗണ്ടറി ലെയറിൽ വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താ? എനി പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെലോസിറ്റി പ്രൊഫൈൽ വരയ്ക്കാൻ പറ്റണം, അല്ലേ? വെലോസിറ്റി പ്രൊഫൈൽ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് 0യിൽ നിന്നും 99% ഓഫ് യു ഇൻഫിനിറ്റി വരെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും യു ഇൻഫിനിറ്റി, അല്ലേ? എല്ലായിടത്തും യു ഇൻഫിനിറ്റി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബൗണ്ടറി ലെയർ. കഴിഞ്ഞു. ബൗണ്ടറി ലെയർ എന്താണെന്നുള്ളത് കഴിഞ്ഞു. 10 മാർക്കിന് ബൗണ്ടറി ലെയർ ഫോർമേഷൻ ആണ്. എങ്ങനെ പറയും? കൺസിഡർ എ ഫ്ലോ ഫീൽഡ്. അവിടെ നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് കൊണ്ടുവെക്കുകയാണ്. ഇപ്പോൾ യു ഇൻഫിനിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ ഫ്ലോ വരുന്നു. സഡൻലി എന്ത് പറ്റുന്നു? നമ്മുടെ ഈ പറയുന്ന പ്ലേറ്റിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലെയറും സോളിഡ് ബൗണ്ടറിയും തമ്മിൽ അഡിസീവ് ഫോഴ്സസ് കാരണം എന്ത് പറ്റുന്നു? അത് റെസ്റ്റിലാകുന്നു. നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ, അത് റെസ്റ്റിലാകുന്നു. ബട്ട് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാരണം എന്ത് പറ്റുന്നു? അതിന്റെ മുകളിലുള്ള ലെയേഴ്സിനെ ഈ താഴത്തെ ലെയർ സ്ലോ ഡൗൺ ചെയ്യുന്നു. ആ ലെയർ അതിന് മുകളിലത്തെ ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ഫർദർ ആൻഡ് അപ്പ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ വരെ ഈ പറയുന്ന സ്ലോയിങ് ഡൗൺ എഫക്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലോയിങ് ഡൗൺ എഫക്റ്റ് ഇല്ല. അതിനെയാണ് നമ്മൾ 99% ഓഫ് യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതുവരെ ഈ സ്ലോയിങ് ഡൗൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ എല്ലായിടത്തും സെയിം വെലോസിറ്റി യു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താ? ഇനി ഫർദർ ഡൗൺ ദ പ്ലേറ്റ്, കുറച്ചും കൂടി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടത്തെ ഓൾറെഡി സ്ലോ ഡൗൺ, ഈ വൈറ്റ് കളറിൽ വരച്ചേക്കുന്ന സ്ലോ ഡൗൺ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ സ്ലോ ഡൗൺ ചെയ്തേക്കുന്ന ഫ്ലൂയിഡ് വീണ്ടും ഫർദർ സ്ലോ ഡൗൺ ആവും, അല്ലെ? കുറച്ചും കൂടി സ്ലോ ഡൗൺ ആവും. അപ്പോൾ എന്ത് പറ്റും? ഈ യു ഇൻഫിനിറ്റി റീച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഹൈറ്റ് വേണ്ടി വന്നു. ഇനി ഇതേ ഫ്ലൂയിഡ് വീണ്ടും പോകുമ്പോൾ യു ഇൻഫിനിറ്റി റീച്ച് ചെയ്യാൻ കൂടുതൽ ഹൈറ്റ് വേണ്ടി വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഓൺ ദ പ്ലേറ്റ് നമ്മൾ ഈ മാക്സിമം വെലോസിറ്റി 99% ഓഫ് യു ഇൻഫിനിറ്റി റീച്ച് ചെയ്ത പോയിന്റുകളെ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചപ്പോൾ, ആൻഡ് ദാറ്റ് ലൈൻ സെപ്പറേറ്റ്സ് ദ ഫ്ലോ ഫീൽഡ് ഇൻടു 2 റീജിയൻ. ഒന്ന് വിസ്കസ് റീജിയൻ ആണ്, ഒന്ന് നോൺ വിസ്കസ് റീജിയൻ ആണ്. ആ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ ഫ്ലോ റീജിയൻ ഇൻടു വിസ്കസ് റീജിയൻ വേർ ദ എഫക്ട്സ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ദ സോളിഡ് ബൗണ്ടറി ഈസ് ഫെൽറ്റ് ആൻഡ് എ റീജിയൻ വേർ നോ വിസ്കോസിറ്റി എഫക്ട്സ് ആർ ഫെൽറ്റ്. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇത്രയാണ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ എന്ന് 10 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. കഴിഞ്ഞല്ലോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ പോലെ എനിക്ക് മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. നേരത്തെ മാസ് ഫ്ലോ റേറ്റ് എത്രയായിരുന്നു? റോ എ യു ഇൻഫിനിറ്റി. ബട്ട് ഇവിടെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഏരിയ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ ഏരിയ. ഈ ഏരിയയിലൂടെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നമുക്കെന്താ? ഇവിടെ 0 വെലോസിറ്റി ആണ്, ഇവിടെ 99% ഓഫ് യു ഇൻഫിനിറ്റി ആണ്, അല്ലേ? അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റോ എ യു ഇൻഫിനിറ്റി എന്നെടുക്കാൻ പറ്റില്ല, അല്ലേ? ഇമാജിൻ ദിസ്, യു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ ബൗണ്ടറി ലെയർ ഉള്ളത് കാരണം ഇവിടെ 0 വെലോസിറ്റി ആണ്, ഇവിടെ 100 മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെലോസിറ്റി സ്ലോലി ഇൻക്രീസ് ചെയ്ത് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് സേ 75 ആയിരിക്കും, അല്ലേ? മേ ബി 75 ആയിരിക്കും ആവറേജ് വെലോസിറ്റി, യു ഈക്വൽ ടു 75. അപ്പോൾ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും എന്താണ്? മാസ് ഫ്ലോ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റോ ഇൻറ്റു എ ഇൻറ്റു സ്മോൾ ലെറ്റർ യു ആണ് വരുന്നത്, അല്ലേ? സ്മോൾ ലെറ്റർ യു ആണ് വരുന്നത്. സോ മാസ് ഫ്ലോ റേറ്റ് ഡിക്രീസസ്, മാസ് ഫ്ലോ റേറ്റ് കുറയും. ബൗണ്ടറി ലെയർ വന്നതുകൊണ്ട് ഈ സ്ലോയിങ് ഡൗൺ കാരണം, വെലോസിറ്റി കുറയുന്നത് കാരണം എന്താ? മാസ് ഫ്ലോ റേറ്റ് കുറയും. മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റവും കുറയും, കൈനറ്റിക് എനർജിയും കുറയും. ഇതാണ് ബൗണ്ടറി ലെയർ തിയറിയുടെ പ്രശ്നം. ബൗണ്ടറി ലെയർ തിയറിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ബൗണ്ടറി ലെയർ ഇരിക്കുന്നത് കാരണം അതുവഴി ഫ്ലോ ചെയ്യുന്ന മാസ് കുറയും, അതിൻ്റെ മൊമെന്റം കുറയും, അതിൻ്റെ എനർജി കുറയും. ഫ്ലൂയിഡിന്റെ എനർജി കുറഞ്ഞുകൊണ്ടേ വരികയാണ്. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് പല മെത്തേഡുകൾ യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് വളരെ സിമ്പിൾ കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ്ലി എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
യു ഇൻഫിനിറ്റിയിൽ ഫ്ലോ വരികയാണ്. നമ്മുടെ ആ ഫ്ലോ പാത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റ് ഉള്ളപ്പോൾ അവിടെ ബൗണ്ടറി ലെയർ ഫോർമേഷൻ ഉണ്ടാവും അല്ലെ. ഫോർമേഷനെക്കാളും കൂടുതലായിട്ട് ബൗണ്ടറി ലെയർ ഗ്രോത്ത് ഉണ്ടാവും. കാരണം എന്താ? ബൗണ്ടറി സ്റ്റാർട്ടിൽ നിന്നും വന്ന് അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ, വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് ബൗണ്ടറി ലെയർ. അപ്പൊ അതിന് ഗ്രോത്ത് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റെനോൾഡ്സ് നമ്പർ വെച്ചിട്ട് ലാമിനാർ ടർബുലന്റ് ആ ഒരു ഡിസ്റ്റിങ്ഷനും കൂടി ഇവിടെ നോക്കേണ്ടതുണ്ട്. അപ്പൊ റെനോൾഡ്സ് നമ്പറിന്റെ ഫോർമുല നമുക്കറിയാം. എന്താ? റോ വി ഡി ബൈ മ്യൂ അല്ലെ. അപ്പൊ റോ ഇൻറ്റു യു ഇൻഫിനിറ്റി ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഇവിടെ എക്സ് ആണ് ഡിവൈഡ് ബൈ മ്യൂ. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ? ലീഡിങ് എഡ്ജ് സീറോയിൽ നിന്നും പ്ലേറ്റിന്റെ ലെങ്ത്, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ അറിയാം ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കോൺസ്റ്റന്റ് ആണ്, വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കോൺസ്റ്റന്റ് ആണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താ? ഫ്ലോ ലാമിനാറിൽ നിന്നും ട്രാൻസിഷനിൽ നിന്നും ടർബുലന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ആദ്യം ലാമിനാർ ഫ്ലോ ആയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസിഷൻ ഫ്ലോ ആയിരിക്കും, അതിനുശേഷം ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. അത് തന്നെയായിരിക്കും ബൗണ്ടറി ലെയറിലും വരുന്നത്. ആ ഒരു ഡയഗ്രാമാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി ഇ എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഫ്ലോ ലാമിനാർ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയും. ലാമിനാർ ബൗണ്ടറി ലെയർ. ഇവിടെയോ? ഇവിടെ ട്രാൻസിഷൻ ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ എന്ന് പറയും. ആൻഡ് ഫൈനലി ആഫ്റ്റർ സി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് വിൽ ബി ലാർജ് സോ ദാറ്റ് റെനോൾഡ്സ് നമ്പർ വിൽ ബി സഫിഷ്യൻ്റ്ലി ഇനഫ് ടു പ്രൊഡ്യൂസ് ടർബുലന്റ് ഫ്ലോസ്. അപ്പോൾ ഇതിനെ നമ്മൾ ടർബുലന്റ് ബൗണ്ടറി ലെയർ എന്ന് പറയും. ടർബുലന്റ് ബൗണ്ടറി ലെയർ. ഓക്കെ, ഇനി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എ ബി ഇ എന്ന് പറയുന്നത് ലാമിനാർ ബൗണ്ടറി ലെയർ, ഇത് ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ ടർബുലന്റ് ബൗണ്ടറി ലെയർ. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അറ്റ് എനി പെർട്ടിക്കുലർ ലൊക്കേഷൻ ഈ ഹൈറ്റിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ബൗണ്ടറി ലെയർ തിക്നെസ് എന്നാ പറയുന്നത്. ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ കൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ബൗണ്ടറി ലെയർ തിക്നെസ്. ആൻഡ് ഫ്രം ദ ഫിഗർ വി ക്യാൻ സേ ദാറ്റ് ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. ബൗണ്ടറി ലെയർ തിക്നെസ് ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്തോറും കണ്ടിന്യൂസ്ലി അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയറിനെ നമ്മൾ ബൗണ്ടറി ലെയർ ഗ്രോത്ത് എന്നും പറയാറുണ്ട്. ബൗണ്ടറി ലെയർ ഗ്രോത്ത്. കാരണം എന്താ? അതിന്റെ തിക്നെസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ലാമിനാർ റീജിയണിലെ ബൗണ്ടറി ലെയറിനെ നമ്മൾ ലാമിനാർ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയും. സിമിലർലി ടർബുലന്റ് ആണെങ്കിൽ ടർബുലന്റ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയും. ടർബുലന്റ് ബൗണ്ടറി ലെയർ തിക്നെസ്. ഓക്കെ, ഈ ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാൻ ഓരോരോ റിലേഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ അല്ലെങ്കിൽ ബൗണ്ടറി ലെയർ ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയുക, ഈ ഒരു ഡയഗ്രാം വരച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താ? ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ കാൽക്കുലേഷൻസ് ആണ്. മാസ് ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യണം, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക. നേരത്തെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലായിരുന്നു ഫ്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനി പെർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലെ എല്ലായിടത്തും സെയിം വെലോസിറ്റി ആയതുകൊണ്ട് മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആയിരിക്കും. പക്ഷേ ബൗണ്ടറി ലെയർ ഉള്ളത് കാരണം എന്താണ്? ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉള്ളത് കാരണം തന്നെ അവിടെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി കുറയും. അപ്പോൾ എന്താ? മാസ് ഫ്ലോ റേറ്റ് കുറയും. ആ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മാസ് ഫ്ലോ റേറ്റ് കുറയുമെങ്കിൽ മൊമെന്റം കുറയും, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ളത് കുറച്ച് ബേസിക് ടേംസ് ആണ്. ഞാനത് പറഞ്ഞുതരാം. അതെന്താണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, 2 മൊമെന്റം തിക്നെസ്, പിന്നെ എന്താ? എനർജി തിക്നെസ്. ഓക്കെ, എന്താണെന്ന് ഞാൻ സിമ്പിൾ ടേംസിൽ പറഞ്ഞുതരാം. ഇത് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എഴുതുന്നതിന്റെ കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ ചാൻസും ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് അല്ലെങ്കിൽ മൊമെന്റം തിക്നെസ്സിനായിരിക്കും. ഓക്കെ, എനർജി തിക്നെസ് റെയർലി ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സും മൊമെന്റം തിക്നെസ്സും വളരെ പ്രോബബിൾ ആണ്. ഓക്കെ, ഇനി ഞാൻ ചോദ്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് തരാണ്. എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഈ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്.
ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റിന് എന്ത് പറ്റി? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു, എന്താ മാസ് ഫ്ലോ റേറ്റ് കുറയും. കാരണം എന്താ, യു ഇൻഫിനിറ്റി അല്ല, ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉള്ളതുകൊണ്ട് മാസ് ഫ്ലോ റേറ്റ് കുറയും, അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് വി ഡു ടു അക്കൗണ്ട് ഫോർ ദ ലോസ് ഇൻ മാസ് ഫ്ലോ റേറ്റ്? ഈ പറയുന്ന മാസ് ഫ്ലോ റേറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെ? ആദ്യം ഇനിഷ്യലി 100 kg/s ആയിരുന്നെങ്കിൽ കുറെ മാസ് ഫ്ലോ റേറ്റ് ഇപ്പൊ കുറഞ്ഞു ഈ ബൗണ്ടറി ലെയർ കാരണം, അല്ലെ? അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും? അതാണ് ഫസ്റ്റ് ചോദ്യം. അതിന്റെ ഉത്തരം ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. രണ്ടാമത്, മൊമെന്റം ഒരുപാട് കുറയുന്നുണ്ട് മാസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ മൊമെന്റത്തിന് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും? ഉത്തരം മൊമെന്റം തിക്നെസ്. ആൻഡ് എനർജി കുറയുന്നുണ്ട്, അതിനെ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യാൻ പറ്റും? എനർജി തിക്നെസ്. ഇത് എന്താണെന്ന് ഞാൻ 1 by 1 പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എന്താ, ആദ്യം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി തരാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the distance measured perpendicular to the solid boundary by which the boundary should be displaced to compensate for the reduction mass flow rate due to the boundary layer formation. വളരെ സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചു നോക്കുക. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ. ഇത് സ്റ്റേറ്റ്മെന്റ് ഇത്തിരി ലെങ്തി ആണ്, ഞാൻ ഇത്രയും പറഞ്ഞുതരാം. നമ്മുടെ പ്ലേറ്റ് ഇങ്ങനെയുണ്ട്, അല്ലേ? പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ ബൗണ്ടറി ലെയർ ഉണ്ട്. ഈ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം എന്ത് പറ്റി? വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടായത് കാരണം മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു, അല്ലെ? മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു. നമുക്ക് എന്ത് വേണം? ഈ ഡെൽറ്റ മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ മാസ് ഫ്ലോ റേറ്റിനെ റീഗെയിൻ ചെയ്യണം, അല്ലെ? തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോളിഡ് ബൗണ്ടറിയെ കുറച്ച് താഴത്തേക്ക് എടുത്ത് വെക്കുന്നു. ഓക്കെ, സോളിഡ് ബൗണ്ടറിയെ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ സോളിഡ് ബൗണ്ടറിയെ കുറച്ച് ഡിസ്റ്റൻസ് താഴത്തോട്ട് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് ഒരു കുറച്ച് പോർഷൻ ഇൻക്രീസ് ചെയ്തു, അല്ലെ? കുറച്ച് പോർഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻക്രീസ് കാരണം വിൽ ഗെയിൻ ബാക്ക് ഓൾ ദ മാസ് ഫ്ലോ റേറ്റ് ദാറ്റ് വി ലോസ്റ്റ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സോളിഡ് ബൗണ്ടറി ഉണ്ട്, ഒരു ബൗണ്ടറി ലെയർ ഉണ്ട്. ആ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം നമുക്ക് കുറച്ച് മാസ് ഫ്ലോ റേറ്റ് കുറയും. ഇമാജിൻ, ഒറിജിനൽ മാസ് ഫ്ലോ റേറ്റ് വിത്തൗട്ട് ദ ബൗണ്ടറി ലെയർ 10 ആണ്. വിത്ത് ദ ബൗണ്ടറി ലെയർ എന്ത് പറ്റി? അത് 8 ആയെങ്കിൽ 10 - 8 2 എന്ന് പറയുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് റീഗെയിൻ ചെയ്യണം. നമുക്ക് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന സോളിഡ് ബൗണ്ടറിയെ ഡിസ്പ്ലേസ് ചെയ്യും ബൈ എ പർട്ടിക്കുലർ എമൗണ്ട്. ആ സോളിഡ് ബൗണ്ടറിയെ ഡിസ്പ്ലേസ് ചെയ്യും ബൈ ദ പർട്ടിക്കുലർ എമൗണ്ട് സോ ദാറ്റ് ദിസ് എക്സ്ട്രാ റീജിയൻ വിൽ റീഗെയിൻ ദ ലോസ്റ്റ് മാസ്. നമുക്ക് നഷ്ടപ്പെട്ട മാസ് ഫ്ലോ റേറ്റിനെ തിരിച്ചു പിടിക്കും. ഒന്നെങ്കിൽ സോളിഡ് ബൗണ്ടറിയെ താഴത്തേക്ക് എടുത്ത് വെക്കാം, അതാണ് ഞാനിപ്പോൾ ചെയ്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ ഈ ബൗണ്ടറിയെ കുറച്ച് റേസ് ചെയ്യാം, എക്സ്ട്രാ ഏരിയ കിട്ടും. ആ ഏരിയയിലൂടെയുള്ള ഫ്ലോ വരുമ്പോഴത്തേക്കും മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ആവും. നമ്മൾ പ്യുവർലി മാത്തമാറ്റിക്കലി ആണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബൗണ്ടറിയെ നമ്മൾ ഡെൽറ്റ സ്റ്റാർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് കറക്റ്റ് ആവും. ഓക്കെ, ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് കറക്റ്റ് ആവും. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ്? ആദ്യം എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വേണം. അതെന്താണ്? എ ഈസ് ദ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് വിത്തൗട്ട് ബൗണ്ടറി ലെയർ. ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് വിത്തൗട്ട് ബൗണ്ടറി ലെയർ എ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ബി, രണ്ടാമത്തെ ക്വാണ്ടിറ്റി ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ്, ഇത് വിത്തൗട്ട് ആണ്. ഓക്കെ, വിത്തൗട്ട്, ദിസ് ഈസ് വിത്ത് ബൗണ്ടറി ലെയർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് വിത്തൗട്ട് ബൗണ്ടറി ലെയർ ഈസ് ഹയർ. എ വിൽ ബി ഹയർ ദാൻ ബി. അപ്പോൾ എന്ത് കിട്ടും? എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എം ഡോട്ട് കിട്ടും. എന്താണ്? ലോസ്റ്റ് മാസ് ഫ്ലോ റേറ്റ്. ഇത്രയും മാസ് ഫ്ലോ റേറ്റ് കുറവുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഈസ് ഈക്വൽ ടു എന്താണ്? സി എന്ന് പറയുന്ന ടേം വിച്ച് ഈസ് മാസ് ഫ്ലോ റേറ്റ് ത്രൂ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്.
ഡെൽറ്റ സ്റ്റാർ. ഈ ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്ന തിക്നെസ്സിലൂടെയുള്ള മാസ് ഫ്ലോ റേറ്റിനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ സ്റ്റാറിന് ഒരു റിലേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ. ബൗണ്ടറി ലെയർ ഇല്ലായിരുന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാകും, അത് ഹയർ വാല്യൂ ആണ്. ബൗണ്ടറി ലെയർ ഉള്ളത് കാരണം സഡൻലി മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നഷ്ടപ്പെട്ട മാസ് കിട്ടും. നഷ്ടപ്പെട്ട മാസ് നമുക്ക് റീഗെയിൻ ചെയ്യണമെങ്കിൽ എന്തുമാത്രം തിക്നെസ്സിൽ ബൗണ്ടറിയെ മൂവ് ചെയ്യണം? അതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് നമുക്ക് ഡിറൈവ് ചെയ്യാം. കൺസിഡർ ഫ്ലോ വിത്ത് യൂണിഫോം വെലോസിറ്റി u ഇൻഫിനിറ്റി ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന് പുറത്ത് ഫ്രീ സ്ട്രീം വെലോസിറ്റി u ഇൻഫിനിറ്റിയിൽ ഫ്ലോ വരുന്നുണ്ട്. ആൻഡ് അവിടെ എന്ത് വരുന്നുണ്ട്? ബിക്കോസ് ഓഫ് ദിസ് ഫ്ലാറ്റ് പ്ലേറ്റ് അവിടെ ഒരു ബൗണ്ടറി ലെയർ ഉണ്ടാകും. ആൻഡ് വാട്ട് ഐ എം ടേക്കിംഗ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിംഗ് എഡ്ജ്. ലീഡിംഗ് എഡ്ജിൽ 0 വെലോസിറ്റി ആണ്, നമുക്കറിയാം. അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിംഗ് എഡ്ജ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആൻഡ് ഇൻ ദിസ് വെർട്ടിക്കൽ ലൈൻ ഞാൻ ഒരു ചെറിയ എലമെന്റ് എടുക്കുന്നു, ഏരിയ എലമെന്റ് വിച്ച് ഈസ് അറ്റ് എ ഹൈറ്റ് y ഫ്രം ദ പ്ലേറ്റ്. ആ പ്ലേറ്റിൽ നിന്നും y ഹൈറ്റിലാണ്, അതിന്റെ തിക്നെസ് dy ആണ്. ഓക്കെ, അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഈ പറയുന്ന ഫ്ലോ നടക്കുന്ന ഡയറക്ഷനിൽ നോക്കുമ്പോൾ എന്താണ്? വി ഹാവ് എ റെക്ടാങ്കുലർ എലമെന്റ്, അതിന്റെ ബ്രെഡ്ത്ത് b ആണ്, അതിന്റെ ഡെപ്ത് dy ആണ്. അപ്പോൾ ബി ഡി വൈ എന്ന് പറയുന്ന ഒരു ഏരിയ എലമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം u ഇൻഫിനിറ്റി ആണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ആൻഡ് ഈ പറയുന്ന ഈ ലൈനിൽ നമ്മുടെ സോളിഡ് ബൗണ്ടറിയിൽ 0 വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഈ എലമെന്റ് dy എന്ന് പറയുന്ന എലമെന്റിൽ എത്തുമ്പോൾ സ്മോൾ u ആയിരിക്കും. ആൻഡ് ഫൈനലി ഇവിടെ എത്തുമ്പോൾ അത് 99% ഓഫ് u ഇൻഫിനിറ്റി ആകും. നമുക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയാം. അപ്പോൾ എൻ്റെ എലമെന്റിലെ വെലോസിറ്റി എത്രയാണ്? u, സ്മോൾ ലെറ്റർ u, അത്രയും നമുക്കറിയാം. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ത്രൂ അവർ എലമെന്റൽ ഏരിയ. എത്ര കിട്ടും? മാസ് ഫ്ലോ റേറ്റ് ത്രൂ അവർ എലമെന്റൽ ഏരിയ എത്ര കിട്ടും? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഏരിയ എത്രയാ? ബി ഇൻറ്റു ഡി വൈ ഇൻറ്റു വെലോസിറ്റി. അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? സ്മോൾ ലെറ്റർ u. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പോൾ എത്ര കിട്ടിയത്? റോ ബി യു ഡി വൈ. ഇതാണ് അതിലൂടെ പാസ് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ്. ആൻഡ് വാട്ട് ഇഫ് ദർ വാസ് നോ പ്ലേറ്റ്? ഈ പ്ലേറ്റ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ ബൗണ്ടറി ലെയർ ഒന്നും ഉണ്ടാകില്ല, അതുവഴി ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെ ഫ്ലോ പാസ് ചെയ്യും, അല്ലേ? അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ത്രൂ അവർ എലമെന്റ് if there was no boundary layer, എന്ത് പറ്റും? അതേ ഏരിയയിലൂടെ റോ ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ഏത് വെലോസിറ്റിയിലാ? u ഇൻഫിനിറ്റിയിലായിരിക്കും എന്ത് വരുന്നത്? ഫ്ലോ നടക്കുന്നത്, അല്ലേ? ഫ്ലാറ്റ് പ്ലേറ്റ് ഇല്ലെങ്കിൽ അവിടെ ബൗണ്ടറി ലെയർ ഇല്ല, ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ എല്ലായിടത്തും സെയിം വെലോസിറ്റി. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എത്ര കിട്ടി? റോ ബി യു ഇൻഫിനിറ്റി ഡി വൈ, അല്ലേ? റോ ബി യു ഇൻഫിനിറ്റി ഡി വൈ ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മാസ് ഫ്ലോ റേറ്റ് എത്രയാണ്? അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ മാസ് ഫ്ലോ റേറ്റ് എത്രയാണ്? ഇത് രണ്ടിന്റെ സബ്ട്രാക്ട് ചെയ്യണം, അല്ലേ? നോക്കാം. ചേഞ്ച് ഓർ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. ഇതാണ് ലാർജർ വാല്യൂ, ഇതാണ് സ്മോളർ വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? കോമൺ ടേംസ് റോ കോമൺ ആണ്, ബി കോമൺ ആണ്, u ഇൻഫിനിറ്റി മൈനസ് സ്മോൾ ലെറ്റർ u ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. നമ്മുടെ ഈ ഇക്വേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ചേഞ്ച് ഓർ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ബി u ഇൻഫിനിറ്റി മൈനസ് u ഇൻറ്റു ഡി വൈ. ഇതെവിടെയാണ്? ഇത് b ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന എലമെന്റൽ ഏരിയയിലൂടെയാണ്. നമുക്ക് വേണ്ട എന്താ? ടോട്ടൽ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഷുഡ് ഇന്റഗ്രേറ്റ് ദിസ്. അപ്പോൾ ടോട്ടൽ റിഡക്ഷൻ ഇൻ എം ഡോട്ട് എത്രയാണ്? ആ ഫിഗറിലോട്ട് പോവുക. ഈ പറയുന്ന സ്മോൾ ഏരിയയിലൂടെ കണ്ടുപിടിച്ചു നമ്മൾ. ഇനി എന്താ വേണ്ടത്? 0 മുതൽ ഇതുവരെ, ഇത്രയും ഹൈറ്റ് എത്രയാണ്? ഡെൽറ്റ. 0 മുതൽ ഡെൽറ്റ വരെ, ബൗണ്ടറി ലെയർ വരെ എത്ര ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ലോസ്റ്റ് വേണം. അപ്പൊ എന്ത് ചെയ്യണം? അത്രയും ഏരിയയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി റോ ഇൻറ്റു ബി ഇൻറ്റു u ഇൻഫിനിറ്റി മൈനസ് u ഇൻറ്റു ഡി വൈ
എന്നിട്ട് ഡി വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് ലിമിറ്റ് 0 to ഡെൽറ്റ. 0 എന്ന് പറയുന്നത് പ്ലേറ്റ് ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ആണ്. ഇത്രയും മാസ് ഫ്ലോ റേറ്റ് ആണ് ലൂസ് ചെയ്തത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? വി ഷുഡ് ഗെയിൻ ദിസ് മാസ് ഫ്ലോ റേറ്റ്, അല്ലെ? ഈ നഷ്ടപ്പെട്ട മാസ് ഫ്ലോ റേറ്റ് തിരിച്ചു പിടിക്കണം ബൈ യൂസിങ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ബൗണ്ടറിയെ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ കൂടി നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം? മാസ് ഫ്ലോ റേറ്റ് ഗെയിൻഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഡെൽറ്റ സ്റ്റാറിലൂടെ ഗെയിൻ ചെയ്ത മാസ് ഫ്ലോ റേറ്റ് എത്രയാണ്? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി യു ഇൻഫിനിറ്റി, റോ ബി ഡെൽറ്റ സ്റ്റാർ യു ഇൻഫിനിറ്റി. ഇതാണ് മാസ് ഫ്ലോ റേറ്റ് ഗെയിൻഡ് ബൈ ഡെൽറ്റ സ്റ്റാർ. നമ്മുടെ അസംഷൻ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഗെയിൻഡ്. ബൗണ്ടറി ലെയറിലൂടെ നഷ്ടപ്പെട്ട മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിലൂടെ ഗെയിൻ ചെയ്ത മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ എന്താ? ഇതിനെ രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യണം. റോ ബി ഡെൽറ്റ സ്റ്റാർ യു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഡെൽറ്റ റോ ബി യു ഇൻഫിനിറ്റി മൈനസ് സ്മോൾ ലെറ്റർ യു ഡി വൈ, അല്ലേ? ഇതിലെ കോമൺ ടേംസ് ഏതാ? റോ ബി കോമൺ ടേം ആണ്, ക്യാൻസൽ ചെയ്ത് പോയി. ഡെൽറ്റ സ്റ്റാറിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. ഇന്റഗ്രൽ 0 to ഡെൽറ്റ യു ഇൻഫിനിറ്റി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് യു ബൈ യു ഇൻഫിനിറ്റി ഇൻറ്റു ഡി വൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇക്വേഷൻ ഈസ് ദ ഇക്വേഷൻ ഓഫ് ബൗണ്ടറി ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് പലതവണ 10 മാർക്കിന്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോബ്ലംസും ചോദിക്കും. ഇതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ പറയുന്ന യു ബൈ യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ തന്നേക്കും. വൈ ബൈ ഡെൽറ്റ മൈനസ് 2y സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ മൈനസ് 3y ക്യൂബ് ബൈ ഡെൽറ്റ ക്യൂബ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. ആ ഇക്വേഷനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം 0 to ഡെൽറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ സ്റ്റാർ കിട്ടും. ഡെൽറ്റ സ്റ്റാർ എങ്ങനെയാണ് കിട്ടുന്നത്? ഫൈനലി ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു മേ ബി സം റേഷ്യോ 2/3 ഡെൽറ്റ, അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ആയിരിക്കും കിട്ടുന്നത്. ഡെൽറ്റ എന്തായിരുന്നു? ബൗണ്ടറി ലെയർ തിക്നെസ്. ഓക്കെ, ആ കാര്യം നമുക്ക് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ടേം എന്താ? അടുത്തത് മൊമെന്റം തിക്നെസ് ആണ്, അല്ലെ? മൊമെന്റം തിക്നെസ് കോൺസെപ്റ്റ് എന്താ? കോൺസെപ്റ്റ് സെയിം ആണ്, അല്ലെ? മൊമെന്റം തിക്നെസ് തീറ്റ. എന്താ കോൺസെപ്റ്റ്? ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം മാസ് ഫ്ലോ റേറ്റ് കുറയും. മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുറയും? മൊമെന്റവും കുറയും. അപ്പോൾ ഈ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം ഫ്ലൂയിഡിന്റെ മൊമെന്റം കുറേ നമുക്ക് ലോസ് ചെയ്ത് പോകും. ആ ലൂസ് ചെയ്ത മൊമെന്റം തിരിച്ചു പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറിയെ ഡിസ്പ്ലേസ് ചെയ്യണം. വി ഷുഡ് ഡിസ്പ്ലേസ് ദ ബൗണ്ടറി ബൈ എ സർട്ടൺ ഡിസ്റ്റൻസ് theta, which is measured perpendicular from the solid boundary, so that we can gain back all the momentum that is lost. അതേ കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഇക്വേഷനിൽ എന്ത് പറയുന്നു? മൊമെന്റം തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി by which the boundary should be displaced to compensate for the reduction in നേരത്തെ മാസ് ഫ്ലോ റേറ്റ് ആയിരുന്നു, ഇവിടെ മൊമെന്റം ആണ്. അത്രേ ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻ മൊമെന്റം തിക്നെസ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതുക. ഇൻസ്റ്റെഡ് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഇവിടെ മൊമെന്റം ആകും. ലൂസ് ചെയ്ത മൊമെന്റം തിരിച്ചു പിടിക്കാനായിട്ട് ബൗണ്ടറി ലെയറിനെ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്യണം. അത്രേ ഉള്ളൂ. റിഡക്ഷൻ ഇൻ മൊമെന്റം. അപ്പോൾ എങ്ങനെയാണ് ഡെറിവേഷൻ നേരത്തെ അതേ പ്രൊസീജിയറാണ്. ഒരു ബൗണ്ടറി ലെയർ ഉണ്ട്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, ഒരു ബൗണ്ടറി ലെയർ ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, ബൗണ്ടറി ലെയർ ഉണ്ട്. അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ആൻഡ് ഓൺ ദാറ്റ് ലൈൻ അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് y നമ്മളൊരു എലമെന്റൽ ഏരിയ എടുക്കുന്നു. ആ എലമെന്റൽ ഏരിയ നേരത്തെ പോലെ b ഇൻറ്റു ഡി വൈ ആണ്. ഓക്കെ, ആൻഡ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ 0 to u ഇൻഫിനിറ്റി ആണ് ഈ ബൗണ്ടറി ലെയറിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ എലമെന്റിലെ വെലോസിറ്റി സ്മോൾ ലെറ്റർ u. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ നമുക്ക് ഡിറൈവ് ചെയ്യാം. നേരത്തെ പോലെ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മൊമെന്റം ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ എലമെന്റൽ ഏരിയ, അല്ലെ? എലമെന്റൽ ഏരിയ
ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന മൊമെൻറ്റം എങ്ങനെയാണ്? മൊമെൻറ്റം ഈക്വൽ ടു നമ്മൾ ഓൾറെഡി ആദ്യം ഡെറൈവ് ചെയ്തെടുത്തു, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ റോ ഇൻറ്റു ഏരിയ ബി ഡി വൈ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? റോ ബി യു സ്ക്വയർ ഡി വൈ എന്നാകും. ഓക്കെ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ, ഈ ബൗണ്ടറി ലെയർ ഇല്ലായിരുന്നെങ്കിലോ മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് passing through elemental area in absence of boundary layer ഇല്ലായിരുന്നെങ്കിൽ absence of boundary layer ആണെങ്കിൽ എങ്ങനെയാണ്? എൻ്റർ ചെയ്ത മാസ് എത്രയാണ്? റോ ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു യു, ഇത്രയും മാസാണ് അവിടെ ഉള്ളത് അല്ലേ, ഇൻറ്റു വെലോസിറ്റി എത്രയാ? യു ഇൻഫിനിറ്റി. ബൗണ്ടറി ലെയർ ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ വെലോസിറ്റി യു ഇൻഫിനിറ്റി ആവും. നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണ്? റോ ബി ഡി വൈ ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ ഇവിടെയും യു ഇൻഫിനിറ്റി ഇടണ്ടേ എന്ന് കൺഫ്യൂഷൻ വരും അല്ലേ. ബട്ട് നമ്മൾ എടുക്കുന്ന എന്താ? സെയിം മാസിനാണ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ മാസ് ഡിഫറൻ്റ് ആണ്, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്? മാസ് സെയിം ആണ്, മൊമെന്റം ഡിഫർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് ദ മൊമെന്റം ഓഫ് എലമെന്റൽ ഏരിയ ഇൻ ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ഡ്രോപ്പ് ഇൻ മൊമെന്റം അല്ലെങ്കിൽ ലോസ് ഇൻ മൊമെന്റം എങ്ങനെ കിട്ടും? ലോസ് ഇൻ മൊമെന്റം ഈക്വൽ ടു റോ ബി യു ഇൻഫിനിറ്റി ഡി വൈ മൈനസ് റോ ബി യു സ്ക്വയർ ഡി വൈ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് റോയും ബിയും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു ഇൻഫിനിറ്റി ഇൻറ്റു യു മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇനി എന്താ? ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ മൊമെന്റം തിക്നെസ് കൊടുക്കുകയാണ്. നമ്മൾ ബൗണ്ടറിയെ തീറ്റ കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്താ? ബൈ ഡിസ്പ്ലേസിംഗ് ദ ബൗണ്ടറി വി ക്യാൻ റീഗെയിൻ ഓൾ ദ ലോസ് മൊമെന്റം ബൈ ദ ഫ്ലോ ത്രൂ ദിസ് ഡിസ്പ്ലേസ്മെന്റ് മൊമെന്റം തിക്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇവിടെ നോക്കുന്നത്? മൊമെന്റം ഗെയിൻഡ് ബൈ മൊമെന്റം തിക്നെസ്. തീറ്റയിലൂടെ ഗെയിൻ ചെയ്ത മൊമെന്റം എന്താ? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു മാസ് വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി. ഇതാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഈക്വൽ ടു റോ ബി തീറ്റ യു ഇൻഫിനിറ്റി സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? മൊമെന്റം ഗെയിൻഡ് ബൈ തീറ്റ ഈക്വൽ ടു മൊമെന്റം ലോസ്റ്റ് ബൈ എന്താണ്? നമ്മുടെ ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലോസ് ഇൻ മൊമെന്റം ഇൻ എലമെന്റൽ ഏരിയ ആണത് അല്ലെ. എലമെന്റൽ ഏരിയ ടോട്ടൽ മൊമെന്റം ലോസ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ കാര്യം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റോ ബി തീറ്റ യു ഇൻഫിനിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഡെൽറ്റ റോ ബി ഇൻറ്റു യു ഇൻഫിനിറ്റി യു മൈനസ് യു സ്ക്വയർ ഡി വൈ. കോമൺ ടേം രണ്ടിടത്തു നിന്നും ക്യാൻസൽ ചെയ്തു പോയി. തീറ്റ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta u infinity minus u square divided by u infinity square into dy. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to delta u by u infinity into നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് u കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് u infinity മൈനസ് u ഡിവൈഡഡ് ബൈ u infinity into dy. So theta, equation for momentum thickness equal to integral 0 to delta u by u infinity into 1 minus u by u infinity into dy. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മൊമെന്റം തിക്നെസ് എന്ന് പറയുന്നത്. ഇനി സെയിം പ്രോസസ് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. എനർജി ഫ്രം ഒരു എലമെന്റൽ ഏരിയ എടുക്കുന്നു, ആ എലമെന്റൽ ഏരിയയിലെ കൈനറ്റിക് എനർജി എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യണേ? നമ്മുടെ ബൗണ്ടറി ലെയർ ഇല്ലായിരുന്നെങ്കിൽ അതിലൂടെയുള്ള കൈനറ്റിക് എനർജി എടുക്കുന്നു. ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ത്രൂ ദി എലമെന്റൽ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ എനർജി ലോസ്റ്റ് ഡ്യൂ ടു ദ ബൗണ്ടറി ലെയർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എനർജി തിക്നെസ്സിലൂടെയുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച് ബാലൻസ് ചെയ്യുന്നു. അതിൽ നിന്നും നമുക്ക് ഡെൽറ്റ സ്റ്റാർ അല്ലെങ്കിൽ എനർജി തിക്നെസ്സിനൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻസ് മൂന്നും ഞാൻ കമ്പയർ ചെയ്ത് എഴുതി തരാം. ഇതാണ് എന്ത്? ഡെൽറ്റ സ്റ്റാർ displacement thickness equation is integral 0 to delta is boundary layer thickness 1 minus u by u infinity into dy. സിമ്പിൾ ഇക്വേഷനാണ്. അടുത്തത് മൊമെന്റം തിക്നെസ്. മൊമെന്റം തിക്നെസ് എന്താ? ഇതിനെ ഒരു u by u infinity കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രൽ 0 to delta
u by u infinity into 1 minus u by u infinity into dy. Okay, and finally delta star star is equal to integral 0 to delta u by u infinity into 1 minus u square by u infinity square. Okay, ഈ യു സ്ക്വയറും യു ഇൻഫിനിറ്റി സ്ക്വയറും എവിടെ നിന്നാണ് വന്നത്? കൈനറ്റിക് എനർജിയാണ്, ഹാഫ് എം വി സ്ക്വയർ, അതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ 3 ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ പഠിക്കണം. ഇതിൽ എങ്ങനെയെങ്കിലും ഡെൽറ്റ സ്റ്റാർ അല്ലെങ്കിൽ തീറ്റ ഒന്നെങ്കിൽ ഡെറിവേഷൻ ചോദിക്കും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നത്? വളരെ സിമ്പിളാണ്. എന്താ? യു ബൈ യു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാകും, വിച്ച് വിൽ ബി വൈ ബൈ ഡെൽറ്റ മൈനസ് 2y സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എക്സെട്ര എക്സെട്ര. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നേക്കും യു ബൈ യു ഡെൽറ്റ യു ഇൻഫിനിറ്റിക്ക്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫൈനലി വിൽ ഗെറ്റ് ഡെൽറ്റ സ്റ്റാർ. ഡെൽറ്റ സ്റ്റാർ വിൽ ബി എ റേഷ്യോ, ലെറ്റ് us say 2/7 ഡെൽറ്റ. സിമിലർലി തീറ്റ ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ. അങ്ങനെ സിമിലർലി ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈക്വൽ ടു സം റേഷ്യോ ഇൻറ്റു ഡെൽറ്റ. ഈ ഡെൽറ്റ സ്റ്റാറും തീറ്റയും ഡെൽറ്റ ഡബിൾ സ്റ്റാറും എല്ലാം ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ആണ് നമുക്ക് കിട്ടുന്നത്. ഡെൽറ്റ എന്താ? ബൗണ്ടറി ലെയർ തിക്നെസ്. ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ, ഇത് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലായോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന മൊമെന്റം തിക്നെസ് ആണ്. കാരണം എന്താ? അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചു, അതിന്റെ പുറത്ത് ഫ്ലോ നടക്കുന്നു, വിസ്കോസിറ്റി ഉണ്ട്, ബൗണ്ടറി ലെയർ ഉണ്ട്. വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാകും, അല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിൽ ഇങ്ങനെ ബൗണ്ടറി ലെയർ ഉണ്ട്. ഈ ബൗണ്ടറി ലെയർ റീജിയനിൽ വിസ്കോസിറ്റി ഉണ്ട്. വിസ്കോസിറ്റി കാരണം എന്തുണ്ട്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഷിയർ സ്ട്രെസ് ഉണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ടൗ ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ. ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാകും. ഈ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇത് ഒരു സർഫസ് ആണ്, അല്ലേ? ആ സർഫസിൽ സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ് ഷിയർ ആണ്. ഷിയർ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്? നമ്മുടെ സർഫസിന്റെ പാരലൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ ഷിയർ ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് കിട്ടും. അപ്പോൾ എന്താ? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ സർഫസ് കിട്ടും. ഈ ഫോഴ്സ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന? ഒരു എയർപ്ലെയിൻ ആണെങ്കിൽ, ഇത് എയർപ്ലെയിൻ്റെ നോസ് ആണെങ്കിൽ, എയർപ്ലെയിൻ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സർഫസിൽ എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ്, എയർപ്ലെയിനെ പുറകോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെ നമ്മൾ ഡ്രാഗ് ഫോഴ്സസ് എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കൈ പുറത്തിടുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് പുറകോട്ടൊരു ഫോഴ്സ് കിട്ടുന്നില്ലേ? അത് തന്നെയാണ് ഡ്രാഗ് ഫോഴ്സസ്. ആ ഡ്രാഗ് ഫോഴ്സ് രണ്ട് രീതിയിൽ വരാം. പ്രഷർ കാരണം ഉണ്ടാകാം, അതുപോലെ തന്നെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകാം, ഈ വിസ്കോസിറ്റി കാരണം ഉണ്ടാകാം. നമ്മളിവിടെ പഠിക്കുന്നത് ഈ വിസ്കോസിറ്റി കാരണം ഉണ്ടാകുന്ന ഡ്രാഗ് ഫോഴ്സസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് എത്ര ഏരിയയിലാണോ ഇത് ആക്ട് ചെയ്യുന്നത് ആ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ബട്ട് ഈ ഷിയർ സ്ട്രെസ് ഇസ് നോട്ട് ഈസി, അല്ലേ? ടൗ ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് എപ്പോഴും ഫീസിബിൾ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ പേര് വോൺ കാർമൻ, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ, അതായത് നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി ഒരു ഈസി റിലേഷൻ കിട്ടും. എന്താണ്? ടൗ നോട്ട് ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഡോ തീറ്റ ബൈ ഡോ എക്സ്. ഓക്കെ, ടൗ നോട്ട് എന്താണ്? ഷിയർ സ്ട്രെസ്. നോട്ട് എന്ന് പറയുന്നത് വോളിലെ ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, ടൗ നോട്ട് ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി സ്ക്വയർ. റോ എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. അപ്പോൾ ടൗ നോട്ട് ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഡോ തീറ്റ ബൈ ഡോ എക്സ് എന്ന് പറയുന്നൊരു റിലേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റം തിക്നെസ് അറിയാമെങ്കിൽ, തീറ്റ എന്ന് പറയുന്നത് മൊമെൻറ്റം തിക്നെസ് ആണ്. മൊമെൻറ്റം തിക്നെസ് അറിയാമെങ്കിൽ അതിൻ്റെ എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ടൗ നോട്ട് ബൈ റോ യു ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടും? ടൗ നോട്ട് കിട്ടും. ടൗ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഷിയർ സ്ട്രെസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് രണ്ട് കോഎഫിഷ്യൻസ് പഠിക്കാനുണ്ട്. ഒന്ന് ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്,
ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഫോഴ്സ്. ഓക്കെ, ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗിനെ നമ്മൾ സി ഡി സ്റ്റാർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി ഡി സ്റ്റാറിൻ്റെ ഫോർമുല എന്താണ്? ടൗ നോട്ട് ഡിവൈഡഡ് ബൈ ഹാഫ് റോ യു ഇൻഫിനിറ്റി സ്ക്വയർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹാഫ് റോ യു ഇൻഫിനിറ്റി സ്ക്വയർ. ഇത് ഒരു കോൺസ്റ്റൻ്റ് ടേം ആണ് അല്ലേ? ഇമാജിൻ ദിസ്, ഒരു പ്ലെയിൻ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആ എയറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം. ഓക്കെ, ഫ്ലൈറ്റ് പോകുന്ന വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ വെലോസിറ്റിയിലാണ് എയർ ഫ്ലൈറ്റിൽ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ റോയും യു ഇൻഫിനിറ്റിയും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അത് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഹാഫ് റോ യു ഇൻഫിനിറ്റി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സി ഡി സ്റ്റാർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ടാബുലേറ്റ് ചെയ്ത് ഒരു ടേബിളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സി ഡി ഇൻറ്റു ഹാഫ് റോ യു ഇൻഫിനിറ്റി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ടൗ നോട്ട് കിട്ടും. അതേ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡ്രാഗ് ഫോഴ്സസ് കിട്ടും. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോ പ്ലെയിനിനും എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കില്ല. ഓരോന്നിനും നമ്മൾ തീറ്റ കണ്ടുപിടിച്ച് അതിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ വോൺ കാർമൻ ഇക്വേഷൻ യൂസ് ചെയ്യാനൊന്നും നമ്മൾ നിൽക്കില്ല. നമ്മൾ ഓൾറെഡി ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ കോഎഫിഷ്യൻസ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ലോക്കൽ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. ആൻഡ് ദെൻ വി ഹാവ് എന്താണ്? ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. Average coefficient of drag is denoted by CD, which is given by drag force divided by half into rho u infinity square into area. ഓക്കെ, അപ്പോൾ ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ഫോഴ്സസ് കണ്ടുപിടിക്കാം. ഇതെല്ലാം ബൗണ്ടറി ലെയർ തിയറിയിൽ നിന്നാണ് വരുന്നത്. ബട്ട് ബൗണ്ടറി ലെയർ തിയറി വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് മൊമെൻറ്റം തിക്നെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, എനർജി തിക്നെസ്സിൻ്റെ ഡെഫിനിഷനും അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും, വോൺ കാർബൺ മൊമെൻറ്റം ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷനും, അതിനുശേഷം ഈ പറയുന്ന രണ്ട് ഫോർമുലയും. ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഈ സിസ്റ്റത്തിലേക്ക് വരാം. ഓക്കെ, ഇതാണ് ചോദ്യം. ഫൈൻഡ് ഡെൽറ്റ സ്റ്റാർ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, തീറ്റ മൊമെന്റം തിക്നെസ് ആൻഡ് ഡെൽറ്റ സ്റ്റാർ സ്റ്റാർ എനർജി തിക്നെസ് ഫോർ ദ ഗിവൺ വെലോസിറ്റി പ്രൊഫൈൽ. വെലോസിറ്റി പ്രൊഫൈൽ u by u infinity equal to 2 into y by delta minus y by delta the whole square ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ഡെൽറ്റ സ്റ്റാർ എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to ഡെൽറ്റ 1 minus u by u infinity dy. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 0 to ഡെൽറ്റ 1 മൈനസ് യു ബൈ യു ഇൻഫിനിറ്റിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2y by ഡെൽറ്റ പ്ലസ് y by ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dy. എല്ലാവർക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. 1ൻ്റെ ഇൻ്റഗ്രൽ എത്രയാ? 1ൻ്റെ ഇൻ്റഗ്രൽ y. 2 by ഡെൽറ്റ ഇൻറ്റു y സ്ക്വയർ ബൈ 2, അപ്പോൾ അത് y സ്ക്വയർ ബൈ ഡെൽറ്റ എന്നാകും. പ്ലസ് ഇവിടെയോ y സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ ആണ്, അപ്പോൾ y ക്യൂബ് ബൈ 3 ഡെൽറ്റ സ്ക്വയർ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to ഡെൽറ്റ. വൈക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ ടേം ഡെൽറ്റ മൈനസ് ഡെൽറ്റ സ്ക്വയർ ബൈ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ക്യൂബ് ബൈ 3 ഡെൽറ്റ സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ മൈനസ് ഡെൽറ്റ 0 പ്ലസ് ഇവിടെയോ ഡെൽറ്റ ബൈ 3. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 3. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡെൽറ്റ സ്റ്റാറും തീറ്റയും ഡെൽറ്റ സ്റ്റാറും എല്ലാം ഒരു റേഷ്യോ ഓഫ് ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, ഞാൻ ബാക്കി രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ ഡയറക്റ്റ്ലി തരയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. 2 ഡെൽറ്റ ബൈ 15 ആണ് തീറ്റ. ആൻഡ് ഡെൽറ്റ സ്റ്റാർ എത്രയാണ്? ഡെൽറ്റ സ്റ്റാർ ഈസ് 22 ഡെൽറ്റ ഡിവൈഡ് ബൈ 105. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു വെലോസിറ്റി പ്രൊഫൈൽ, ഇതുപോലെ ഒരു വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ടാകും. അത് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ സ്റ്റാറും തീറ്റയും ഡെൽറ്റ സ്റ്റാറും കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അത് കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
ഇതാണ് ക്വസ്റ്റ്യൻ ഫോർ ദ വെലോസിറ്റി പ്രൊഫൈൽ. നമ്മൾ നേരത്തെ ചെയ്ത അതേ വെലോസിറ്റി പ്രൊഫൈലാണ്. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ, ഷിയർ സ്ട്രെസ് ടൗ നോട്ട് ആൻഡ് ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ട്രാക്ക് സി ഡി ഇൻ ടേംസ് ഓഫ് റെനോൾഡ്സ് നമ്പർ. റെനോൾഡ്സ് നമ്പറിന്റെ ടേംസിലാക്കുമ്പോൾ എന്ത് പറ്റുന്നു? ജനറലൈസ്ഡ് ഇക്വേഷൻ ആകും അല്ലെ? ജനറലൈസ്ഡ് ഇക്വേഷൻ ആകും. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മാറും കാര്യം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ യു ബൈ യു ഇൻഫിനിറ്റി ഈക്വൽ ടു 2y ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 3 എന്ന് പറയുന്ന ഒരു റിലേഷൻ കിട്ടി. തീറ്റ ഈസ് ഈക്വൽ ടു 2 ബൈ 15 ഡെൽറ്റ കിട്ടി. അതുപോലെ തന്നെ ഡെൽറ്റ സ്റ്റാർ സ്റ്റാർ ഈസ് ഈക്വൽ ടു 22 ഡെൽറ്റ ബൈ 105 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഞാൻ ആ റിലേഷൻ ഡയറക്ട്ലി യൂസ് ചെയ്യാണ്. നമ്മൾ അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചേക്കുന്നെങ്കിൽ അതിൽ നിന്നും നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. കാരണം എന്താ? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് വോൺ കാർമൻ മൊമെന്റം ഇന്റഗ്രൽ ഇക്വേഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ടൗ നോട്ട് ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി സ്ക്വയർ ഈക്വൽ ടു ഡോ തീറ്റ ബൈ ഡോ എക്സ്. ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതേ വാല്യൂ ചെയ്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി എടുത്ത് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു 2 ഡെൽറ്റ ബൈ 15 എന്ന് കിട്ടും. ഈക്വൽ ടു 2 ബൈ 15 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡെൽറ്റ. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി അല്ലേ? ഇങ്ങനൊരു ഇക്വേഷൻ എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് ടൗ നോട്ട് ഈക്വൽ ടു 2 ബൈ 15 ഇൻറ്റു റോ യു ഇൻഫിനിറ്റി സ്ക്വയർ ഇൻറ്റു ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്കറിയാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓൾസോ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അറിയാം. എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതിൽ ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം അല്ലെ? അതിൽ തന്നെ വെൻ y ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ? ഒരു പ്ലേറ്റ് ആണ്. അതിൽ y ഈക്വൽ ടു 0 ആവുമ്പോൾ ഷിയർ സ്ട്രെസ് അറ്റ് ദ വോൾ ടൗ നോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടൗ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു നമുക്ക് du ബൈ dy വേണം അല്ലെ? അപ്പൊ യുവിന് ഒരു ഇക്വേഷൻ കണ്ടെത്തിക്കൂടെ? എവിടെ നിന്നും? വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനെ യു ഈക്വൽ ടു യു നോട്ട് ഇൻറ്റു 2y ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എന്നാകും. അതിനെ നമുക്ക് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ബൈ ഡി വൈ ഓഫ് എന്തായിരുന്നു? യു ഇൻഫിനിറ്റി ഇൻറ്റു 2y ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൗ നോട്ട് ഈക്വൽ ടു മ്യൂ ഇൻറ്റു യു ഇൻഫിനിറ്റി കോൺസ്റ്റന്റ് ടേം ആണ്, പുറത്തെടുക്കാം. ഇൻറ്റു ഡി ബൈ ഡി വൈ ഇൻറ്റു ഓഫ് 2y ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ടൗ നോട്ട് ഈക്വൽ ടു മ്യൂ യു ഇൻഫിനിറ്റി ഇൻറ്റു 2 ബൈ ഡെൽറ്റ മൈനസ് 2y ബൈ ഡെൽറ്റ. വൈൻ്റെ ലിമിറ്റ് ഈക്വൽ ടു 0. വൈക്ക് 0ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. സോ ദിസ് വിൽ ബി 0. ടൗ നോട്ട് ഈസ് ഈക്വൽ ടു 2 mu u infinity divided by delta. This is my equation 2. Equation 1 equal to 2 അല്ലേ? എവിടെ equation 1? ഇവിടെ കിടപ്പുണ്ട്. ഇത് equation 2. അപ്പോൾ from equation 1 and 2 we'll get 2 mu u infinity by delta is equal to എത്രയായിരുന്നു? 2 ബൈ 15 റോ യു ഇൻഫിനിറ്റി സ്ക്വയർ ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ്. കട്ട് ചെയ്ത് പോയില്ലേ? ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. 2 കട്ട് ചെയ്ത് പോയി. ഓക്കെ, കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? 15 മ്യൂ ബൈ റോ യു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ്. കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഞാൻ ഡോ എക്സിനെ ഞാൻ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഡെൽറ്റ ഡോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 15 മ്യൂ ഡോ എക്സ്
ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് LHSനെയും RHSനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ഡി ഡെൽറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 15 മ്യൂ ബൈ റോ മ്യൂ ഇൻഫിനിറ്റി ഡോ എക്സിന്റെ ഇന്റഗ്രൽ എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. നമുക്ക് വെൻ എക്സ് ഈക്വൽ ടു 0 ഡെൽറ്റ എത്രയാ, ഡെൽറ്റ ഈക്വൽ ടു 0. കാരണം എന്താ, നമ്മുടെ പ്ലേറ്റിന്റെ ഫിഗർ ഓർമ്മയുണ്ടോ, ഇങ്ങനെയായിരുന്നു. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലീഡിംഗ് എഡ്ജ്, ആ ലീഡിംഗ് എഡ്ജിൽ ബൗണ്ടറി ലെയർ തിക്നെസ്സും 0 ആണ് അല്ലെ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ഡെൽറ്റ 0 ആകുമ്പോൾ എന്താ, ഈ ഇക്വേഷനിൽ എല്ലാം 0 ആയിട്ട് മാറും. ദെയർഫോർ സി ഈക്വൽ ടു 0. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി അല്ലേ ഇക്വേഷൻ. നോക്ക്, ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 15 മ്യൂ എക്സ് ഡിവൈഡ് ബൈ റോ യു ഇൻഫിനിറ്റി. ഓക്കെ, റെനോൾഡ്സ് നമ്പർ എന്താണ്, റോ യു ഇൻഫിനിറ്റി എന്തായിരുന്നു, റോ യു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡഡ് ബൈ മ്യൂ ആയിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ ഒരു എക്സിന്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് വാട്ട് ഐ ഗെറ്റ്, റോ വി ഡി ബൈ മ്യൂ. ദിസ് ഈസ് റെനോൾഡ്സ് നമ്പർ. ദോ ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 15 എക്സ് സ്ക്വയർ ബൈ റെനോൾഡ്സ് നമ്പർ. ഓക്കെ, ആ ഡെൽറ്റ സ്ക്വയർ ഈക്വൽ ടു 30 എക്സ് സ്ക്വയർ ബൈ Reynolds number. That means delta is equal to root 30. Root 30 is 5.48. 5.48 x by root Reynolds number. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ചോദ്യം എന്തായിരുന്നു, ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് റെനോൾഡ്സ് നമ്പർ. കിട്ടിയില്ലേ, ഇക്വേഷൻ കിട്ടിയില്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ഒരുപാട് എക്സാംസിന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനൊക്കെ വരുന്നതാണ്. സീ ദിസ്, ഈ ഫോർമുല ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 5.48 എക്സ് ഇൻറ്റു റൂട്ട് അണ്ടർ റെനോൾഡ്സ് നമ്പറിന്റെ ഫോർമുല എന്തായിരുന്നു, റോ യു ഇൻഫിനിറ്റി എക്സ് ബൈ മ്യൂ. കണ്ടോ, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഉണ്ട്. 5.48 കോൺസ്റ്റന്റ് ആണ്, റോ കോൺസ്റ്റന്റ് ആണ്, യു ഇൻഫിനിറ്റി കോൺസ്റ്റന്റ് ആണ്, മ്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫൈനലി നമുക്ക് പറയാം ഡെൽറ്റ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ബൈ റൂട്ട് എക്സ്. ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെയാണ്, ഗിവൺ എ ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, അതിൽ ലാമിനാർ ബൗണ്ടറി ലെയർ ആണ്, അതിൽ 1 മീറ്റർ ഡിസ്റ്റൻസിൽ 2 സെന്റിമീറ്റർ ആണ് ബൗണ്ടറി ലെയർ തിക്നെസ് എങ്കിൽ 4 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ബൗണ്ടറി ലെയറിന്റെ ഹൈറ്റ് എത്രയായിരിക്കും. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ്, അതിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് x1ലെ d1 ഡെൽറ്റ 1 തന്നിട്ടുണ്ടാകും. നമുക്ക് x2ലെ ഡെൽറ്റ 2 കണ്ടുപിടിക്കാൻ ചോദിക്കും. x2ലെ ഡെൽറ്റ 2 കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് എന്താ ബാക്കി ചോദ്യം നോക്ക്. ബാക്കി എന്തായിരുന്നു, ഫൈൻഡ് ദ റിലേഷൻ ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ്, ഡെൽറ്റ കിട്ടി. ഇനി എന്താ, ഷിയർ സ്ട്രെസ്സിന് നമുക്ക് ഇക്വേഷൻ വേണം. അത് ഈസി അല്ലേ, നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റയ്ക്ക്, ഈ ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടൗ നോട്ട് ഈസ് ഈക്വൽ ടു 2 മ്യൂ യു ഇൻഫിനിറ്റി ബൈ ഡെൽറ്റ ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെൽറ്റ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48 എക്സ് ബൈ റൂട്ട് റെനോൾഡ്സ് നമ്പർ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, 2 കോൺസ്റ്റന്റ് ആണ്, മ്യൂ കോൺസ്റ്റന്റ് ആണ്, യു ഇൻഫിനിറ്റി കോൺസ്റ്റന്റ് ആണ്, 5.48 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, റെനോൾഡ്സ് നമ്പർ മുകളിൽ പോകും, ഡിവൈഡ് ബൈ എക്സ്. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ടൗ നോട്ട് ഈസ് ഈക്വൽ ടു 0.365 മ്യൂ യു ഇൻഫിനിറ്റി ബൈ എക്സ് ഇൻറ്റു റൂട്ട് അണ്ടർ റെനോൾഡ്സ് നമ്പർ. ഓക്കെ, നമ്മൾ ടൗ നോട്ടിനെയും റെനോൾഡ്സ് നമ്പറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി എന്താ വേണ്ടത്, ഇനി ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് ആണ് അല്ലെ. ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്, ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് CD ഈക്വൽ ടു എന്തായിരുന്നു, FD ഡിവൈഡ് ബൈ ഹാഫ് റോ എ
യു ഇൻഫിനിറ്റി സ്ക്വയർ. ഇതായിരുന്നു ഫോർമുല. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? ഇനി എഫ് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഡി ഈസ് ഈക്വൽ ടു ഡ്രാഗ് ഫോഴ്സ്. ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആണ്. ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റഗ്രൽ 0 to L ടോട്ടൽ പ്ലേറ്റിലെ ഡ്രാഗ് ഫോഴ്സ് ആണ് ഇൻറ്റു ടൗ നോട്ട് ഇൻറ്റു ബി ഡി എക്സ്. ബി ഡി എക്സ് എന്താ? എലമെന്റൽ ഏരിയ. പ്ലേറ്റിന്റെ സർഫസിൽ ഞാൻ ഇങ്ങനെയാണ് പ്ലേറ്റിന്റെ ടോപ്പ് വ്യൂ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ലീഡിംഗ് എഡ്ജ് 0, ദിസ് ഈസ് ട്രെയിലിംഗ് എഡ്ജ് L. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എലമെന്റൽ ഏരിയ എടുത്തു ഡി എക്സ്. ആ എലമെന്റൽ ഏരിയയുടെ തിക്നെസ് ഡി എക്സ് ആണ്, അതിന്റെ വിഡ്ത്ത് ബി ആണ്. അപ്പോൾ ടൗ നോട്ട് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ ഡ്രാഗ് ഫോഴ്സ് കിട്ടും. അതിനെ എൻറ്റയർ പ്ലേറ്റിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ വാല്യൂ കിട്ടും. എഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡ്രാഗ് ഫോഴ്സ് ഈക്വൽ ടു 0.365 ഇന്റഗ്രൽ 0 to L 0.365 ഇൻറ്റു മ്യൂ യു ഇൻഫിനിറ്റി ബൈ എക്സ് ഇൻറ്റു റൂട്ട് റെനോൾഡ്സ് നമ്പർ. ആ ഒരു ഇക്വേഷൻ കിട്ടും. കോൺസ്റ്റന്റ് ടേംസ് ഏതൊക്കെയാണ്? 365 മ്യൂ യു ഇൻഫിനിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to L റൂട്ട് അണ്ടർ റെനോൾഡ്സ് നമ്പറിന്റെ അകത്തൊരു എക്സ് ഉണ്ട് ഡിവൈഡ് ബൈ എക്സ്. ഈ ഒരു ഫോർമുല കിട്ടും. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെയാ? 0.365 മ്യൂ യു ഇൻഫിനിറ്റി ഇൻറ്റു ഇന്റഗ്രൽ 0 to L റെനോൾഡ്സ് നമ്പർ എന്തായിരുന്നു? റോ യു ഇൻഫിനിറ്റി ഇൻറ്റു റൂട്ട് എക്സ് ഓക്കെ ബൈ എക്സ്. ഈ ടേം കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. ഫൈനലി നമുക്ക് എഫ് ഡിക്ക് ഒരു വാല്യൂ കിട്ടും. ഡിവൈഡ് ബൈ ഹാഫ് റോ എ വി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് സി ഡിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ഞാനത് എഴുതാണ്. സി ഡി ഫൈനലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട് 1.46 ഡിവൈഡ് ബൈ റൂട്ട് അണ്ടർ റെനോൾഡ്സ് നമ്പർ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കുക നോക്കുക. ഡെൽറ്റയിൽ ഒരു റെനോൾഡ്സ് നമ്പർ ഉണ്ട്. ആ റെനോൾഡ്സ് നമ്പർ ഇനി പർട്ടിക്കുലർ ലൊക്കേഷനിലെ റെനോൾഡ്സ് നമ്പർ ആണ് അല്ലെ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് എ വേരിയിങ് ക്വാണ്ടിറ്റി. എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബൗണ്ടറി ലെയർ തിക്നെസ് മാറിക്കൊണ്ടിരിക്കും. സോ ഡെൽറ്റയിലെ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ ആണ്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മീറ്ററിലുള്ള ഡെൽറ്റ നമുക്ക് കിട്ടും. എക്സ് ഈക്വൽ ടു 2 മീറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മീറ്ററിലുള്ള ഡെൽറ്റ നമുക്ക് കിട്ടും. സിമിലർലി ടൗ നോട്ട് എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. അവിടെയും എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ് കിട്ടും. ഓക്കെ, ബട്ട് ദിസ് ഈസ് ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. ഇത് നമ്മൾ ഓൾറെഡി 0 to L ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം എക്സിന് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതപ്പോ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ആ ഫോഴ്സ്, ആ ഒരു പ്ലേറ്റിലെ എൻറ്റയർ ഫോഴ്സ് ആണ്. അപ്പോൾ ആവറേജ് കോഎഫിഷ്യന്റ് ആണെങ്കിൽ അവിടെ റെനോൾഡ്സ് നമ്പർ REL ആയിരിക്കും. അതായത് 0 to L ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. ഇവിടെ നോക്ക്, നമ്മൾ ഇവിടെ 0 to L ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനലി ആ റെനോൾഡ്സ് നമ്പറിന്റെ ഫോർമുലയിൽ L ആണ് ഇടേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത്ര കണ്ടീഷനായി, 3 കണ്ടീഷൻ. നമുക്ക് ഫോർമുലാസ് എന്തായിരുന്നു? ഡെൽറ്റ ഈസ് ഈക്വൽ ടു സം വാല്യൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ആ കോൺസ്റ്റന്റ് 5.38 ആയിരുന്നു. 5.48 എക്സ് ബൈ റൂട്ട് റെനോൾഡ്സ് നമ്പർ അങ്ങനെയായിരുന്നു നമ്മുടെ വാല്യൂ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48 എക്സ് ബൈ റൂട്ട് റെനോൾഡ്സ് നമ്പർ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ടൗ നോട്ട് ഈസ് ഈക്വൽ ടു ടൗ നോട്ട് എത്രയായിരുന്നു? 0.365 മ്യൂ യു ഇൻഫിനിറ്റി ബൈ എക്സ് ഇൻറ്റു റൂട്ട് റെനോൾഡ്സ് നമ്പർ അറ്റ് എനി പർട്ടിക്കുലർ ലൊക്കേഷൻ. സി ഡി ഈക്വൽ ടു 1.46 ഡിവൈഡ് ബൈ ടോട്ടൽ റെനോൾഡ്സ് നമ്പർ. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഈ 3 ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണോ? നമ്മൾ കാണാതെ പഠിക്കണ്ട. കാരണം എന്താ? നമ്മൾ യു ബൈ യു ഇൻഫിനിറ്റി ഈക്വൽ ടു 2y ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എന്ന് പറയുന്ന പർട്ടിക്കുലർ വെലോസിറ്റി പ്രൊഫൈലിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഇക്വേഷൻസ് കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ വെലോസിറ്റി പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഇക്വേഷൻസും ചേഞ്ച് ചെയ്യും. ബട്ട് ഇതിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യില്ല. ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ബൈ റൂട്ട് റെനോൾഡ്സ് നമ്പർ. ഈ 5.48 എന്ന് പറയുന്ന അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ബട്ട് ഫോർമാറ്റ് ഇത് തന്നെയാണ് അല്ലെ. ഡെൽറ്റ ഈസ് a function of x by root Reynolds number. അതുപോലെ തന്നെ ടൗ നോട്ട് ഈസ് ഈക്വൽ ടു സം വാല്യൂ
ഈ പറയുന്ന ഈ 0.365 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യും, ബാക്കി സെയിം ആണ്. സിമിലർലി സി ഡി ആവറേജ് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഈ 1.46 എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്യും. ഫോർമാറ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഏതൊരു വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാം? ബൗണ്ടറി ലെയർ തിക്നെസ്, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് കണ്ടുപിടിക്കാം, മൊമെന്റം തിക്നെസ് കണ്ടുപിടിക്കാം, എനർജി തിക്നെസ് കണ്ടുപിടിക്കാം, ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാം, ഷിയർ സ്ട്രെസ് അറ്റ് പർട്ടിക്കുലർ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അതുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗും ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗും കണ്ടുപിടിക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഇനി ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും, അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. എയർ ഈസ് ഫ്ലോയിങ് ഓവർ എ സ്മൂത്ത് പ്ലേറ്റ് വിത്ത് വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. The length of the plate is 1.2 meters and width is 0.8 meters. Length ഉണ്ട്, width ഉണ്ട്. Flow എങ്ങോട്ടായിരിക്കും? Flow will always be along the length. Okay, along the length ആയിരിക്കും flow എടുക്കേണ്ടത്. If laminar boundary layer exists up to a value of Reynolds number 2 into 10 raised to 5, find the maximum distance from the leading edge up to which laminar boundary layer exists. Also find the maximum thickness of laminar boundary layer. If u by u infinity equal to 2y by delta minus y square by delta square. ഓക്കെ, ഇതാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് റെനോൾഡ്സ് നമ്പർ ഈക്വൽ ടു 2 into 10 raised to 5. 2 into 10 raised to 5 വരെ ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, റെനോൾഡ്സ് നമ്പറിന്റെ ഫോർമുല എന്തായിരുന്നു? ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു എക്സ് ബൈ മ്യൂ. ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ അറിയാം, എയർ ആണ്, എയറിന്റെ വിസ്കോസിറ്റി അറിയാം, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 2 into 10 raised to 5 into മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എയറിന്റെ വിസ്കോസിറ്റി ആണ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? യു ഇൻഫിനിറ്റി എക്സ് ബൈ ന്യൂ അല്ലെ? ന്യൂ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ യു ഇൻഫിനിറ്റിയും ന്യൂവും റെനോൾഡ്സ് നമ്പറും അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എങ്ങനെയാണ്? 2 into 10 raised to 5 into ന്യൂ ഓഫ് എയർ. ന്യൂ ഓഫ് എയർ എത്രയാണ്? 0.15 into 10 raised to minus 4. ഓക്കെ, ഡിവൈഡഡ് ബൈ യു ഇൻഫിനിറ്റി. യു ഇൻഫിനിറ്റി വാസ് 10 meter per second. Yeah. So we'll get the value to be 0.3 meters. This is 300 millimeters. അപ്പോ എന്താ പറയുന്നത്? 300 millimeters വരെ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് 1.2 meters ആണ്. 300 millimeters വരെ എന്തായിരിക്കും? ഫ്ലോ ലാമിനാർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം തിക്നെസ് ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ നമുക്കറിയാം. എങ്ങനെയാ? ഇങ്ങനെ പ്ലേറ്റ് വരാണെങ്കിൽ ലാമിനാർ ബൗണ്ടറി ലെയർ, പിന്നെ ട്രാൻസിഷണൽ ബൗണ്ടറി ലെയർ, പിന്നെ ടർബുലന്റ് ബൗണ്ടറി ലെയർ. അപ്പൊ നമുക്ക് ഇവിടുത്തെ മാക്സിമം തിക്നെസ് ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ ആ വേണ്ടത്. വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. നമുക്ക് ഡെൽറ്റയുടെ ഇക്വേഷൻ അറിയാം അല്ലെ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48 എക്സ് ബൈ റൂട്ട് റെനോൾഡ്സ് നമ്പർ അല്ലെ? ഇത് ഏത് പ്രൊഫൈലിന് വേണ്ടി നമ്മൾ ഡിറൈവ് ചെയ്തു? നമ്മൾ 2 into y by delta minus y by delta the whole square എന്ന് പറയുന്ന പ്രൊഫൈലിന് വേണ്ടി ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാമിനാർ ഫ്ലോയിന്റെ എൻഡ് എന്ന് പറയുന്നത് എത്രയില്ല? 300 millimeter അല്ലെങ്കിൽ 0.3 meters വരെയാണ്. ഡിവൈഡ് ബൈ അവിടുത്തെ റെനോൾഡ്സ് നമ്പർ എത്രയായിരുന്നു? 2 into 10 raised to 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3.67 millimeters. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് വരികയാണെങ്കിൽ 3 മാർക്കിനെ വരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ട എന്താ? ഈ 2 into y by delta minus y by delta the whole square എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വെലോസിറ്റി പ്രൊഫൈൽ ആണ്. അത് വളരെയധികം ഈസി ടു യൂസും റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻസ് എല്ലാം നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ്? സെയിം ക്വസ്റ്റ്യൻ ആണ്. എയർ ഈസ് ഫ്ലോയിങ് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് 500 millimeter long, 600 millimeter wide with a velocity of 4 meter per second. 4 meter per second ആണ് വെലോസിറ്റി എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം എന്താ? The kinematic viscosity of air is 0.15 into 10 raised to minus 4 meter square per second. Find delta at the end of the plate, shear stress at 200 millimeter from the leading edge and drag force on one side of the plate. ഇതാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം റെനോൾഡ്സ് നമ്പർ അറിയാം അല്ലെ? റെനോൾഡ്സ് നമ്പർ ഈക്വൽ ടു റോ വി ഇൻഫിനിറ്റി അല്ലെങ്കിൽ യു ഇൻഫിനിറ്റി എക്സ് ബൈ മ്യൂ അല്ലെങ്കിൽ യു ഇൻഫിനിറ്റി എക്സ് ബൈ ന്യൂ.
ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. ചോദ്യം എന്താണ്? ഡെൽറ്റ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേറ്റില് ഡെൽറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റയുടെ ഫോർമുല എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു വെലോസിറ്റി പ്രൊഫൈൽ നോക്കുക. ഫോർ ദാറ്റ് വെലോസിറ്റി പ്രൊഫൈൽ ഇറ്റ് ഈസ് 5.4 x by root Reynolds number. അപ്പോൾ അതിന് നമുക്ക് റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ വേണം. ഹൗ ഡു വി കാൽക്കുലേറ്റ് റെനോൾഡ്സ് നമ്പർ? റെനോൾഡ്സ് നമ്പർ ഈക്വൽ ടു 4 into x. എക്സ് എൻഡ് ഓഫ് ദ പ്ലേറ്റ് ആ ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഇടണം 500 millimeters. 500 millimeters is 0.5 meters divided by nu. Nu is given by 0.15 into 10 raised to minus 4. So we will get Reynolds number is 1.33 into 10 raised to 5. 1.33 into 10 raised to 5. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയുടെ ഫോർമുല എന്തായിരുന്നു? ഡെൽറ്റയുടെ ഫോർമുല വാസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 5.48 into 0.5 divided by root under 1.33 into 10 raised to 5. So we will get delta is equal to 7.51 millimeters. Delta equal to 7.51 millimeters. അടുത്ത ചോദ്യം എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് 200 millimeters from the leading edge. ഷിയർ സ്ട്രെസ്സിന് ഒരു ഫോർമുല ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് ഈക്വൽ ടു 2 mu u infinity by delta അല്ലേ? ആ u infinity by ഡെൽറ്റയിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 5.48 into x root Reynolds number അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 into mu into u infinity divided by 5.48 into root Reynolds number. ഏത് ലൊക്കേഷനിലാണ്? എക്സിൽ ബൈ എക്സ്. അത്രയേ ഉള്ളൂ. അവിടെ ചോദ്യം എക്സ് എത്രയാണ്? 200 millimeters from the leading edge. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. 2 into mu എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു ഡെൻസിറ്റി ആണ്. നമുക്ക് ആ ഫോർമുല നമുക്കറിയാം അല്ലേ? ന്യൂ ഈക്വൽ ടു മ്യൂ ബൈ റോ എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? മ്യൂ ഈക്വൽ ടു ന്യൂ ഇൻറ്റു റോ. ന്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റോയും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഡിവൈഡ് ബൈ എല്ലാം സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 4.8 ഇൻറ്റു റൂട്ട് റെനോൾഡ്സ് നമ്പർ. റെനോൾഡ്സ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? റെനോൾഡ്സ് നമ്പറിന് നമുക്ക് ഫോർമുല ഉണ്ട് അല്ലേ? എന്തായിരുന്നു? യു ഇൻഫിനിറ്റി എക്സ് ബൈ ന്യൂ അല്ലേ? എക്സ് എത്രയാണ്? ഇവിടെ 0.2 ചോദിച്ചേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വാട്ട് ഡു വി ഗെറ്റ്? വിൽ ഗെറ്റ് tau equal to 0.03135. 0.03135 pascals. Okay, tau naught at the wall at location എത്രയാ? x equal to 0.2 meters from the leading edge. അതും കിട്ടി. ഇനി എന്താ? drag force on one side of the plate. drag force on one side of the plate എങ്ങനെയാ കണ്ടുപിടിക്കണേ? നമുക്കറിയാം coefficient of drag equal to drag force divided by half rho a u infinity square അല്ലേ? അപ്പോൾ അതിൽ നിന്നും നമുക്ക് fd equal to cd into half into റോ എ യു ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. സി ഡി എന്താണ്? സി ഡി എന്ന് പറയുന്നത് ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. നമ്മുടെ 2 into y by delta minus y square by delta square വെലോസിറ്റി പ്രൊഫൈലിന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ? 1.46 ഡിവൈഡ് ബൈ റെനോൾഡ്സ് നമ്പർ അറ്റ് എൻഡ് ഓഫ് ദ പ്ലേറ്റ്. ട്രെയിലിംഗ് എഡ്ജിലെ റെനോൾഡ്സ് നമ്പർ ആണ് ഇൻറ്റു ഹാഫ് ഡെൻസിറ്റി ഓഫ് എയർ എത്രയാണ്? 1.24 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ പ്ലേറ്റ് നമുക്കറിയാം 0.5 into 0.6 ആണ് ഇൻറ്റു യു ഇൻഫിനിറ്റി സ്ക്വയർ 4 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഈക്വൽ ടു 1.46 ഡിവൈഡ് ബൈ റെനോൾഡ്സ് നമ്പർ അറ്റ് എൻഡ് ഓഫ് ദ പ്ലേറ്റ് എത്രയായിരുന്നു? റെനോൾഡ്സ് നമ്പർ അറ്റ് എൻഡ് ഓഫ് ദ പ്ലേറ്റ് 4 into x 0.5 ഡിവൈഡ് ബൈ 0.15 into 10 raised to minus 4 into 1 by 2 into 1.24 into 0.5 into 0.6 into 4 square is 16. Substitute ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ വൺ സൈഡ് ഓഫ് ദ പ്ലേറ്റ് കിട്ടും. ഫൈനലി നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.01189 ന്യൂട്ടൺ എന്ന് കിട്ടും. 0.01189 ചെറിയ പ്ലേറ്റ്, ചെറിയ വെലോസിറ്റി.
ഇനി ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്ലേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഏരിയ രണ്ട് സൈഡിലെ ഏരിയയും കൂടി സം ചെയ്തിടണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും എന്തൊക്കെയാ പഠിച്ചു വെക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന വെലോസിറ്റി പ്രൊഫൈലിലെ നമ്മുടെ 2 × y by delta minus y square by delta square u by u infinity is equal to 2y by delta minus y square by delta square. ഇതിന്റെ റിലേഷൻസ് പഠിച്ചു വെക്കുക. ഇതിന്റെ എന്തൊക്കെ റിലേഷൻസാ പഠിക്കാനുള്ളത്? ഒന്ന് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48x by root Reynolds number at x അല്ലെ, ആ ഇക്വേഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ടൗ നോട്ട് ഈക്വൽ ടു 2 mu u infinity by ഡെൽറ്റ എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ ഈ ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർലി സി ഡി ആവറേജ് ഡ്രാഗ് കോഎഫിഷ്യന്റ് അത് എത്രയാണ്? 1.46 ഡിവൈഡ് ബൈ റൂട്ട് അണ്ടർ Reynolds number at edge of the plate, length of trailing edge of the plate. ആ ഒരു 3 റിലേഷൻ നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന വെലോസിറ്റി പ്രൊഫൈലുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബൗണ്ടറി ലെയർ തിയറിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സിമ്പിൾ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. അതിന്റെ പേരാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് കൺസിഡർ ചെയ്തത് അല്ലെ. ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് കൺസിഡർ ചെയ്തത്. അവിടെ എന്താ? ഇങ്ങനെ ബൗണ്ടറി ലെയർ ഉണ്ട് അല്ലെ. ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ ബൗണ്ടറി ലെയർ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിൻസ് ദ പ്ലേറ്റ് ഈസ് ഫ്ലാറ്റ്, നമ്മൾ പ്ലേറ്റ് ഫ്ലാറ്റ് ആയത് കാരണം എന്താ? ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഫ്ലോ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫ്ലോ ചാനൽ വരച്ചു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ സീറോ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന സർഫസിലൂടെ ഒരു ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ കൂടി ഏറ്റവും ഫാർ എൻഡിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിന്റെ ഇടയിലൂടെയാണ് എന്ത്? ഫ്ലോ നടക്കുന്നത്. ആൻഡ് എല്ലാ സമയത്തും ഈ ഏരിയ കോൺസ്റ്റന്റ് ആണ് അല്ലെ. എല്ലായിടത്തും ഈ ഏരിയ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് പ്ലേറ്റിന് എന്ത് പറ്റുന്നില്ല? ഫ്ലാറ്റ് പ്ലേറ്റിൽ പ്രഷർ ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഇവിടെ ഹയർ പ്രഷർ ആയിരിക്കും, ഇവിടെ ലോവർ പ്രഷർ ആയിരിക്കും. dp/dx will be less than 0, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലോ ഇങ്ങനെ നടക്കുന്നത്. ആൻഡ് ഇമാജിൻ ദാറ്റ് ഓക്കെ ദിസ് ഈസ് വെരി ക്ലീൻ, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ആൻഡ് ഇമാജിൻ ദിസ് കണ്ടീഷൻ, നമുക്ക് ഇങ്ങനെ ഒരു കർവ്ഡ് പ്ലേറ്റ് ഉണ്ട്. ഒരു കർവ്ഡ് പ്ലേറ്റ് ഉണ്ട്. നേരത്തെ പോലെ തന്നെ ഫ്രീ സ്ട്രീം വെലോസിറ്റി വരികയാണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി യു ഇൻഫിനിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലോ ചാനൽ വരയ്ക്കുകയാണ്. ഫ്ലോ ചാനൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്തായാലും നമ്മുടെ സോളിഡ് സർഫസിലൂടെ ടച്ച് ചെയ്താണ് ഫ്ലോ നടക്കുന്നത്. സോ ദിസ് ഈസ് പാർട്ട് ഓഫ് ഫ്ലോ ചാനൽ. ബട്ട് അറ്റ് ദ ഫാർ എൻഡിൽ എന്താ? ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇരിക്കുന്ന കാര്യം പോലും അറിയാതെ ഫ്ലോ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദിസ്, നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഏരിയ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏരിയ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ മിനിമം ഏരിയ ആയി. പിന്നെ സഡൻലി ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ്? ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ ബെർണൂളിസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ബെർണൂളിസ് തിയറം എന്താ? p/ρg പ്ലസ് v²/2g പ്ലസ് z ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതായിരുന്നു ബെർണൂളിസ് തിയറം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏരിയ റെഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക, പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഞാൻ ഈ ബ്ലൂ കളറിൽ വരയ്ക്കുന്ന റീജിയണിൽ വാട്ട് ഹാപ്പൻസ്? dp/dx ഈസ് നെഗറ്റീവ്. പ്രഷർ റെഡ്യൂസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഫേവറബിൾ കണ്ടീഷൻ ആണ്. ഇനി ഫ്രം ഹിയർ, ഇവിടെ നിന്ന് നോക്കൂ, ഞാൻ ഈ ഗ്രീനിൽ വരയ്ക്കുന്ന റീജിയണിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ടുവേർഡ്സ് ദ ഫ്ലോർ ഡയറക്ഷൻ, ഈ ഫ്ലോ ഡയറക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ dp/dx വിൽ ബി ഗ്രേറ്റർ ദാൻ 0. പോകുന്ന ഡയറക്ഷനിൽ ഹയർ പ്രഷർ ആണ്. അപ്പൊ ലോവർ പ്രഷറിൽ നിന്നും ഹയർ പ്രഷർ റീജിയനിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. സോ ദിസ് ഈസ് അഡ്വേഴ്സ് കണ്ടീഷൻ. അഡ്വേഴ്സ് പ്രഷർ ഡിഫറൻസ്. ഇവിടെയോ? ഇവിടെ ഫേവറബിൾ. ഓക്കെ, ഫ്ലോ നടക്കണമെങ്കിൽ ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലോട്ടാണ് വരേണ്ടത് അല്ലെ. ബട്ട് ഈ പറയുന്ന കർവേച്ചർ ഉള്ളത് കാരണം ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ dp/dx ഗ്രേറ്റർ ദാൻ 0 നമുക്ക് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാകും. അതായത് ഇവിടെ ആയിരിക്കും ഹയർ പ്രഷർ ഇവിടെ ലോവർ പ്രഷർ
അപ്പോൾ എന്ത് പറ്റും, ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്ക് ഫ്ലോക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ എന്ത് പറ്റും, ഞാൻ ആ ഫിഗർ ഒന്ന് വരച്ചു തരാം. ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലേറ്റ്, കർവ്ഡ് പ്ലേറ്റ് ആണ്. ഇനിഷ്യലി എല്ലാ ഫ്ലോ ഇങ്ങനെയായിരുന്നു, ഒരു കുഴപ്പമില്ല. നമുക്കറിയാം ഇവിടെ നിന്നും നമുക്ക് ഇങ്ങനെ ബൗണ്ടറി ലെയർ ഉണ്ട്. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. നമ്മൾ ഈ ബൗണ്ടറി ലെയറിൽ ഇങ്ങനെ യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് എന്ത് പറ്റി, പ്രഷർ ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്തു. പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഫ്ലോ വന്നു തുടങ്ങി. ഓക്കെ, റിവേഴ്സൽ ഓഫ് ഫ്ലോ റിവേഴ്സൽ വന്നു തുടങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ പോയിന്റിൽ വെലോസിറ്റി ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ടുവേർഡ്സ് ദി അതർ സൈഡ് ആണ്. ടുവേർഡ്സ് ദി അതർ സൈഡ് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റി, ഈ സർഫസിൽ എന്തായാലും സീറോ വെലോസിറ്റി ആണ്. ബട്ട് ഇവിടെ ഇങ്ങനെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരും. ഈ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി വരുന്നത്. ആൻഡ് ഇവിടെ വീണ്ടും സീറോ ആകും. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് ഈ ഡയറക്ഷനിൽ ഫ്ലോ ഉണ്ടാകും. ഓക്കെ, സിമിലർലി കുറച്ചും കൂടി താഴെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും അതുപോലെ തന്നെ ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടാകും. ആൻഡ് സം ലൊക്കേഷനിൽ സീറോ വെലോസിറ്റി ഉണ്ട്. അതിനുശേഷം വെലോസിറ്റി ഡയറക്ഷൻ മാറി ഫ്ലോയിന്റെ ആക്ച്വൽ ഡയറക്ഷനിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കാണാം, സീറോ വെലോസിറ്റി പോയിന്റ് ഇത്രയും നേരം നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റിൽ എല്ലാ സീറോ വെലോസിറ്റി പോയിന്റും എവിടെയായിരുന്നു, ഓൺ ദ പ്ലേറ്റ് ആയിരുന്നു. കറന്റ്ലി there is a velocity, സീറോ വെലോസിറ്റി പോയിന്റ് വിച്ച് ഈസ് above the plate. ഈ കർവേച്ചർ കാരണമാണ് അത് ഉണ്ടാകുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, we can assume that the solid boundary is like this. We can assume the solid boundary is like this. അല്ലെ, നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. സോളിഡ് ബൗണ്ടറി ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ഓക്കെ, ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്യും. നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ത്, ഈ പറയുന്ന റീജിയനിലാണ് വിസ്കോസിറ്റി എഫക്ട്സ് മാക്സിമം ആയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെയോ, ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ്, ഈവൻ ദോ അവിടെ വിസ്കോസിറ്റി എഫക്ട്സ് ഉണ്ട്, ബട്ട് അവിടെ എന്താ, അവിടെ ഈ കൗണ്ടർ ഫ്ലോ ഉള്ളത് കാരണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ഉള്ളത് കാരണം അവിടെ വേറെ ചില ടർബുലൻസ് എഫക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ബൗണ്ടറി ലെയർ എന്ന് നമ്മൾ ഇത്രയും നേരം ഡിസ്ക്രൈബ് ചെയ്ത റീജിയൻ എവിടെയായിരിക്കും, ഇത്രയും റീജിയൻ ആയിരിക്കും. ഓക്കെ, ഞാൻ ഗ്രീൻ കളറിൽ വരയ്ക്കാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബൗണ്ടറി ലെയർ ഈ റീജിയനിലൂടെ ആയിരിക്കും. സി, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ത്, ബൗണ്ടറി ലെയർ സെപ്പറേറ്റഡ് ഫ്രം ദ സോളിഡ് ബൗണ്ടറി. സോളിഡ് ബൗണ്ടറി നേരത്തെ ഫ്ലാറ്റ് പ്ലേറ്റിൽ എന്തായിരുന്നു, ഫ്ലാറ്റ് പ്ലേറ്റിൽ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഈ റീജിയൻ കംപ്ലീറ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ സോളിഡ് പ്ലേറ്റ്. ബട്ട് ഹിയർ ബൗണ്ടറി ലെയർ എന്ന് പറയുന്ന റീജിയൻ എങ്ങനെയാണ്, നമ്മുടെ കർവ്ഡ് പ്ലേറ്റിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ദിസ് occurs because there is adverse pressure gradient due to the curvature. നമ്മുടെ പ്ലേറ്റിന്റെ കർവേച്ചർ കാരണം ഒരു അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാകും. ആ പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് കാരണം ആ റീജിയനിൽ, ഒരു പെർട്ടിക്കുലർ റീജിയനിൽ dp/dx ഗ്രേറ്റർ ദാൻ 0 ആകുന്ന ഒരു പോയിന്റിൽ തിരിച്ച് റിവേഴ്സൽ ഓഫ് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരുന്നു ആദ്യം, അത് തിരിച്ച് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്താ, ഈ പറയുന്ന വിസ്കസ് റീജിയൻ, നമ്മൾ ഈ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്ന ഈ റീജിയൻ നമ്മുടെ പ്ലേറ്റിൽ നിന്നും കുറച്ച് മുകളിലായിരിക്കും. ദാറ്റ് ഈസ് ദ ബൗണ്ടറി ലെയർ സെപ്പറേറ്റ്സ് ഇറ്റ്സെൽഫ് ഫ്രം ദി കർവ്ഡ് പ്ലേറ്റ്. ഇതിനാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ബാഡ് ഫിനോമിനൻ. എന്തുകൊണ്ടാ, നമ്മൾ ഒരു എയർപ്ലെയിൻ വിങ് എടുക്കാം. ഓക്കെ, നമ്മൾ എയർപ്ലെയിൻ വിങ് എടുത്തു കഴിഞ്ഞാൽ അതിന് എയർഫോയിൽ എന്ന അതിന്റെ ഷേപ്പ്, അല്ലെ, എയർഫോയിൽ എന്നാണ് അതിന്റെ ഷേപ്പ്. അതിനൊരു ആംഗിൾ ഓഫ് അറ്റാക്ക് ഉണ്ടാകും. ആംഗിൾ ഓഫ് അറ്റാക്ക് എന്താണ്, ഇതിന്റെ ഈ ലൈനും ഹൊറിസോണ്ടലുമായിട്ടുള്ള അല്ലെങ്കിൽ വിൻഡ് വരുന്ന ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ അറ്റ് സം പർട്ടിക്കുലർ പോയിന്റ് എന്ത് പറ്റും, ഇവിടെ നിന്നും ഈ പറയുന്ന ബൗണ്ടറി ലെയർ ഡിറ്റാച്ച് ചെയ്യും. ഈ ഡയറക്ഷനിൽ തിരിച്ച് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലൈൻ ഞാൻ ഓറഞ്ച് കളറിൽ വരയ്ക്കാം. ഈ ലൈനിൽ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആംഗിൾ ഇൻക്രീസ് ചെയ്യും തോറും ഈ പോയിന്റ് ഇങ്ങനെ കയറി മുകളിലോട്ട് വരും. അപ്പോൾ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിഫ്റ്റ് ഫോഴ്സ് കുറയും. ലിഫ്റ്റ് ഫോഴ്സ് വളരെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ, ഒരു എയർപ്ലെയിനിന് സഫീഷ്യന്റ് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റണമെന്നില്ല.
പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിനിന് പെട്ടെന്ന് ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടിക്കഴിഞ്ഞാൽ സ്റ്റോളിംഗ് എന്ന് പറയുന്ന ഒരു എഫക്ട് ഉണ്ടാവും. സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാൽ എഫക്ട് എന്താ? ലിഫ്റ്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനഫ് ആയിരിക്കില്ല. ഓക്കെ, ദ ലിഫ്റ്റ് ഫോഴ്സസ് പ്രൊഡ്യൂസ്ഡ് വിൽ നോട്ട് ബി നെസസറി. അപ്പോൾ എന്ത് പറ്റും? എയ്തർ ഫ്ലൈറ്റ് അതേ പൊസിഷനിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. ദിസ് ഈസ് ടു ബി അവോയ്ഡഡ്. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നുണ്ട്. ഈ അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫ്ലൂയിഡിന് എനർജി കുറവായതുകൊണ്ടാണ്, അല്ലെ? നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, അല്ലെ? ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ? കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ, നമ്മുടെ ഈ പോയിന്റിലെ ഇവിടെ തൊട്ടാണ് വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നമ്മൾ എക്സ്ട്രാ എനർജി സപ്ലൈ ചെയ്യണം. ഫ്ലൂയിഡിന്റെ എനർജി സപ്ലൈ ചെയ്ത് അതിന്റെ വെലോസിറ്റി കൂട്ടണം. അതിന്റെ വെലോസിറ്റി കൂട്ടുമ്പോൾ എന്ത് പറ്റും? വെലോസിറ്റി കൂട്ടുമ്പോൾ ഈ പറയുന്ന അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാകില്ല. അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടായില്ലെങ്കിൽ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഉണ്ടാകില്ല. സോ വി ഷുഡ് മേക്ക് സം additions to the structure so that we can supply kinetic energy at that point. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്നാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ടു പ്രിവെന്റ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? മെയിൻ ചെയ്യേണ്ട കാര്യം എനർജി അങ്ങോട്ട് ഫ്ലൂയിഡിന് കൊടുക്കുക. സപ്ലൈ കൈനറ്റിക് എനർജി ടു ദ ഫ്ലൂയിഡ്. അത് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ചെറിയ ബ്ലോവേഴ്സ് വെക്കാം. ചെറിയ ബ്ലോവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലൂയിഡിന് അങ്ങോട്ട് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് മെയിൻലി എയർപ്ലെയിനിലെല്ലാം സിന്തറ്റിക് ജെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സിന്തറ്റിക് ജെറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് എയറിനെ സക്ക് ചെയ്തെടുത്ത എയറിനെ ഉടനെ ഹൈ വെലോസിറ്റിയിൽ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഹൈ വെലോസിറ്റി എയർ അവിടെ കിട്ടും. ഈ എയറിന് വെലോസിറ്റി കൂടുതൽ കിട്ടും. അതായത് ഇങ്ങനെയാണ് എയർപ്ലെയിനിന്റെ വിങ്. ഇവിടെ ഇങ്ങനെ എത്തി ഇത് വെലോസിറ്റി കുറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്നും എയറിനെ സക്ക് ചെയ്തെടുക്കും, എന്നിട്ട് തിരിച്ച് ഹൈ വെലോസിറ്റിയിൽ എക്സ്പെൽ ചെയ്യും. അപ്പോൾ നമ്മുടെ എയറിന്റെ കൈനറ്റിക് എനർജി കൂടും. അത് ഒരു കാര്യം. വി ക്യാൻ യൂസ് റഫ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് റഫാക്കി കൊടുക്കുകയാണെങ്കിൽ ആ പറയുന്ന ഡിപ്രഷൻസ്, ആ പറയുന്ന റഫ്നെസ്സിലൂടെ എയർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ സെയിം തിങ്, കൈനറ്റിക് എനർജി കൂടും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഗോൾഫ് ബോൾ കണ്ടിട്ടില്ലേ? ഗോൾഫ് ബോളിൽ ഇങ്ങനെ ഒരുപാട് ഡിപ്രഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാ? ഇതേ കാര്യം തന്നെയാണ്. ഫ്ലോ നടക്കുമ്പോഴത്തേക്കും ഈ ചാനലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഹൈ ആക്സിലറേഷൻ കിട്ടും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റഫ് ബൗണ്ടറീസ്, ഫ്ലോ ചാനലിൽ സോളിഡ് സർഫസിൽ റഫ് ബൗണ്ടറീസ് കൊടുത്തു കഴിഞ്ഞാലും ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ ബ്ലോവേഴ്സ്, സക്ഷൻ ആൻഡ് എക്സ്പെൽഷൻ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, വി ക്യാൻ യൂസ് സ്മോൾ ഡൈവേർജൻസ് ആംഗിൾസ്. അതായത് നമ്മൾ ഈ മുകളിൽ കണ്ടില്ലേ, ഈ പ്ലേറ്റിന്റെ ഈ പറയുന്ന കർവേച്ചർ ഉണ്ടോ, ഈ കർവേച്ചർ നമുക്ക് കുറച്ചും കൂടി ഗ്രാജുവൽ ആയിട്ടാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ എന്ത് പറ്റും? സഡൻ ആയിട്ട് ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടാകില്ല. സഡൻ ആയിട്ട് ഈ പറയുന്ന എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യില്ല. സോ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ പ്രൊവൈഡ് സ്മോൾ ഡൈവേർജൻസ് ആംഗിൾ. ഈ പറയുന്ന കർവേച്ചറിനെ എങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വി ക്യാൻ പ്രൊവൈഡ് ഗൈഡ് ബ്ലേഡ്സ് ഇൻ എ ബെൻഡ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഈ ഫ്ലൂയിഡിനെ ഗൈഡ് ചെയ്യാനുള്ള ബ്ലേഡ് കൊടുക്കാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ മാത്രമേ ഫ്ലൂയിഡ് മൂവ് ചെയ്യാവൂ. അതിനനുസരിച്ച് ഒരു ഗൈഡ് ബ്ലേഡ് കൊടുക്കും. അപ്പോൾ അതിന്റെ ഉള്ളിലൂടെ മാത്രമേ ഫ്ലൂയിഡ് മൂവ് ചെയ്യുള്ളൂ. ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആക്സിലറേറ്റ് ചെയ്ത് പുറത്തു വരാൻ പറ്റും. ഇങ്ങനെ കുറച്ച് മെത്തേഡുകളുണ്ട്.
to prevent boundary layer separation. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്ത് പറഞ്ഞുതരാം എന്താണ് ബൗണ്ടറി ലെയർ. ബൗണ്ടറി ലെയർ കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു സോളിഡ് ബൗണ്ടറി ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാരണം എന്ത് പറ്റും? ഇനിഷ്യലി ഈ ബൗണ്ടറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഫ്ലൂയിഡ് ലെയർ 0 വെലോസിറ്റിയിലോട്ടാകും. അത് ഫർദർ മുകളിലിരിക്കുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യും. അത് അതിന് മുകളിലത്തെ ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യും. ഫൈനലി വെലോസിറ്റി ഒരു അതിന്റെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ എത്തുന്ന ഒരു ലൊക്കേഷൻ വരും. ആൻഡ് ഫർദർ ഡൗൺ സ്ട്രീം ഈ ഓൾറെഡി സ്ലോ ഡൗൺ ആയിട്ടുള്ള ഫ്ലൂയിഡ് പിന്നെയും സ്ലോ ഡൗൺ ആവും. അപ്പോൾ ഈ ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ എത്താൻ കൂടുതൽ ഹൈറ്റ് വേണ്ടി വരും. അങ്ങനെ 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 ടിൽ ദി എൻഡ് ഓഫ് ദ പ്ലേറ്റ് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 99% ഓഫ് യു ഇൻഫിനിറ്റി റീച്ച് ചെയ്യുന്ന പോയിന്റിനെ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും. അതിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ബൗണ്ടറി ലെയർ സെപ്പറേറ്റ്സ് ദ ഫ്ലോ റീജിയൻ ഇൻടു ടു. One in which viscosity effects are felt, where velocity gradient exists, where velocity varies from 0 to 99% of u infinity. And the second region, there will not be any viscosity effects, and there the velocity will be u infinity. നമ്മൾ റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്താണ് ഈ പറയുന്ന വിസ്കോസിറ്റി എഫക്റ്റ് ഉള്ളപ്പോ ഈ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് എന്ത് റൊട്ടേഷണൽ എഫക്റ്റ് ഉള്ളത്. സോ ഈ ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ ഫ്ലോ വിൽ ബി റൊട്ടേഷണൽ ആൻഡ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ ഫ്ലോ വിൽ ബി ഇറൊട്ടേഷണൽ. നമുക്ക് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ അറിയാലോ എന്താണ്? ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വിൽ റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസ്. അതായത് നമ്മളൊരു സ്മൈലി ബോൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്മൈലി ബോൾ എടുക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന പാത്തിൽ ഇഫ് ദ ഫ്ലോ ഈസ് റൊട്ടേഷണൽ എന്ത് പറ്റും? ഈ സ്മൈലി ബോർഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സെന്റർ ഓൾസോ അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ജയന്റ് വീലില്ലേ, ജയന്റ് വീലിൽ ഇരിക്കുമ്പോൾ എന്താണ്? ജയന്റ് വീലിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ സെന്ററിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ നമ്മുടെ ഈ കപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല അല്ലെ, നമ്മൾ സ്റ്റേബിൾ പൊസിഷനിലാണ്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇറൊട്ടേഷണൽ ഫ്ലോ. ബട്ട് റൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇൻഡിവിജ്വലി അതിന്റെ സെന്ററിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. സോ അതുണ്ടാകുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാകുമ്പോഴാണ്. സോ ഇൻ ബൗണ്ടറി ലെയർ റീജിയൻ, ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ എന്താണ്? ഫ്ലോ ഈസ് റൊട്ടേഷണൽ ആൻഡ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. ആ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒരു യു ബൈ യു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ സ്റ്റാറും തീറ്റയും ഡെൽറ്റ ഡബിൾ സ്റ്റാറും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ, ടൗ നോട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിനുശേഷം സി ഡി സ്റ്റാറും സി ഡിയും പഠിച്ചു. ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറഞ്ഞു. അതിനുശേഷം ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് പഠിച്ചു. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഇൻ ദ ഫ്ലൂയിഡ് മെക്കാനിക്സ് കരിക്കുലം. ബട്ട് എന്താ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇന്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ കിട്ടും. ഇന്റർവ്യൂവേഴ്സ് ഫേവറേറ്റ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി എൻ്റയർ 5 മോഡ്യൂള് ഞാൻ 15 മണിക്കൂറിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ഷീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ അതിൻ്റെ വീഡിയോ ലെക്ചറിൽ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മതി. വിത്തിൻ 4-5 ഡേയ്സ് നിങ്ങൾക്ക് എൻ്റയർ സിലബസ് വിത്ത് വെരി ഗ്രേറ്റ് കോൺഫിഡൻസ് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ ഗ്യാരണ്ടി യു വിൽ ഗെറ്റ് മോർ ദാൻ 70-80 മാർക്സ്. ഓക്കെ, സ്റ്റഡി പ്രോപ്പർലി and let us meet each other in my complete course. Thank you.